योऽन्तःप्रविश्य मम वाचमिमां प्रसूप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगानीर् प्राणान्नमो भगवते पुरुषाय तुभ्यं. എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം. മള്ളിയൂർ ഗണേശ സന്നിധിയിൽ ഒരിക്കൽ കൂടി എത്താൻ പറ്റി എന്നുള്ളത് ജന്മപുണ്യമായി കരുതുന്നു. ഒരുപക്ഷേ ഭാഗവതം എന്ന സനാതനധർമ്മത്തിൻ്റെ ഈ അമൃത് ആദ്യമായി വിപുലമായി അതിൻ്റെ എല്ലാ ഔന്നത്യത്തോടും കൂടി കേരളത്തിൽ തുടക്കം കുറിച്ചത് ഈ പവിത്രമായ മണ്ണിലാണ്. ഭാരതത്തിൻ്റെ ഋഷി പരമ്പരയുടെ നമ്മുടെ പ്രത്യേകത അതാണല്ലോ. 1893 സെപ്റ്റംബർ 13 ചിക്കാഗോയിൽ ചെന്ന സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന സന്യാസി പരമ്പര ഭാരതം മുഴുവൻ നടന്ന് ജ്ഞാന വിളംബരം ചെയ്ത ജ്ഞാന തപസ്വികൾ. നമുക്ക് അവരെയൊക്കെ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. എന്നാൽ നാം ഭാഗ്യം ചെയ്തവരാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഭക്തരിൽ നല്ലൊരു ശതമാനവും മള്ളിയൂർ ശങ്കരൻ തിരുമേനിയെ അടുത്ത് കാണുകയും സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ശ്രീ പ്രകാശ് ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഈ അമൃതുമായി സഞ്ചരിച്ച് എന്താണ് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ആത്മനിർവൃതി എന്നതിനപ്പുറം ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള ഫലം ഇച്ഛിക്കാതെയുള്ള കർമ്മം. അത് എല്ലാവർക്കും പറ്റുന്നതല്ല. അപ്പം അതിൻ്റെ ഒരു പുണ്യമാണ് ഇന്ന് കേരളത്തിൽ നാം കാണുന്ന ഒരു ഹൈന്ദവ നവോത്ഥാനത്തിൻ്റെ ഒരു പ്രതിഫലനം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അത് ഈ മണ്ണിൽ നിന്നാണ് അതിൻ്റെ കാഹളം ആദ്യം തുടങ്ങിയത്. അന്ന് മുതൽ ഈ ക്ഷേത്ര സങ്കേതവുമായി അടുത്ത് പ്രവർത്തിക്കാൻ പറ്റിയിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ വളരെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയുമാണ് ഞങ്ങളൊക്കെ ഈ വേദിയിൽ എത്തിച്ചേരുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ എന്നെനിക്കറിയാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. എന്നിൽ അർപ്പിതമായിരിക്കുന്ന വിഷയം നിമി നവയോഗി സംവാദം എന്നുള്ളതാണ്. സാന്ദർഭികമായി പറയട്ടെ, കഴിഞ്ഞ വർഷവും ഏതാണ്ട് ഇത് തന്നെയായിരുന്നു ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്. അപ്പോൾ ഞാൻ ഒട്ടൊന്ന് ശങ്കിച്ചു, ദൈവമേ എന്തിനി മാറ്റി പറയും. അപ്പോഴാണ് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഭാഗവതം ഒന്നല്ലേ ഉള്ളൂ. ഈ ഭാഗവതം വെച്ചിട്ടല്ലേ ലോകമെമ്പാടും സപ്താഹങ്ങളും നവാഹങ്ങളും സത്രങ്ങളും ഒക്കെ നടക്കുക. അപ്പോൾ അത് ഹിന്ദുവിൻ്റെ ലിഖിതങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അത് ഏകഗ്രന്ഥവുമായി നടക്കുന്ന മറ്റ് മതക്കാർക്ക് മനസ്സിലാവില്ല. നമ്മളവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അവരെയും ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ ഒരു സംവിധാനമാണ് സനാതനധർമ്മം. ആരെയും തള്ളിക്കളയണില്ല. അപ്പോൾ നമ്മുടെ ലിഖിതങ്ങളുടെ ഒരു പ്രത്യേകത, നാം രാമായണമോ ഭാഗവതമോ ഭാരതമോ ഗീതയോ ഒക്കെ വായിക്കുമ്പോൾ ഓരോ വായനയും ഓരോ അനുഭവമാണ് നൽകുക. ഓരോ വർഷവും രാമായണം വായിച്ച് അടുത്ത വർഷം ആ രാമായണത്തിലേക്ക് കടക്കുമ്പോൾ നാം ഇന്നലെ വരെ കാണാത്ത ഒരു രാമനെയും ഇന്നലെ വരെ കാണാത്ത ഒരു സീതയെയുമാണ് കാണാൻ പറ്റുക. അതാണ് ഈ ലിഖിതങ്ങളുടെ പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മുടെ ഗ്രന്ഥങ്ങളെല്ലാം കാലാതിവർത്തിയായി നിലകൊള്ളുന്നത്. എന്നാലോചിച്ച് നോക്കൂ. അച്ചടിച്ചു വച്ചാൽ അത് മരിച്ച അക്ഷരം എന്നാണ് പുസ്തകത്തെക്കുറിച്ച് പറയാറുള്ളത്.
അതുകൊണ്ടാണ് നമ്മുടെ ഗുരുപരമ്പരകളെല്ലാം വാമൊഴിയായിട്ടാണ് എല്ലാം പഠിപ്പിച്ചത്. എഴുതി വെക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എഴുതി വച്ചാൽ ജീവൻ പോയി എന്ന. ഗുരുമുഖത്ത് നിന്ന് പഠിക്കുക, ഉപനിഷത്ത് അതാണ്. അടുത്തിരുത്തി പഠിപ്പിക്കുക. നമ്മുടെ ലിഖിതങ്ങളെല്ലാം ചോദ്യോത്തര രീതിയിലാണ്. ആലോചിച്ച് നോക്കൂ, ഇവിടെയും ഞാനൊരു സംവാദ പദ്ധതിയാണ്, ചോദ്യോത്തര പദ്ധതിയാണ്. ചോദ്യം ചോദിക്കാൻ സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടായിരുന്ന ഒരു തതി, ഒരു ധർമ്മം, ഒരു രാഷ്ട്രം. ആലോചിച്ച് നോക്കൂ, ലോകത്ത് അറിവിൻ്റെ ആദ്യാക്ഷരം മറ്റ് സംസ്കൃതികൾ രൂപപ്പെടുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, ഇത് തന്നെ 5000 വർഷങ്ങൾക്കപ്പുറത്ത് ഭാരതത്തിലെ അജനാഭം എന്ന ഭാരതത്തിലെ ഭാരതം എന്ന രാഷ്ട്രത്തിലെ ഒരു രാജാവ് ചോദിച്ചതാ നിമി. അപ്പോൾ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ ആണ് നാമൊക്കെ കഴിഞ്ഞുകൂടുന്നത് എന്ന. അങ്ങനെയുള്ള എത്ര രാജ്യങ്ങൾ ഈ പുതിയ കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് നാം ഒന്ന് തിരഞ്ഞാൽ മനസ്സിലാവും, ഇല്ലേ? എന്തൊക്കെയാണ് പറയുക, എന്തൊക്കെ പറയുന്നു. സനാതന ധർമ്മത്തെ നോക്കിയിട്ടാണെങ്കിൽ ഇത് മലേറിയ പോലെ ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞ് സമ്മേളനം നടത്തുന്ന ഭരണാധികാരികളുള്ള നാടാ. ഇതുകൊണ്ടൊന്നും ഈ ധർമ്മത്തിനൊന്നും സംഭവിക്കാനില്ല എന്ന് നമ്മെ പഠിപ്പിച്ച ഒരു ഗുരു പരമ്പരയുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. ഇതിനൊരു ഇളക്കം തട്ടുന്നില്ല. അപ്പോൾ ചോദ്യം ചോദിക്കുക. നിമിയും അങ്ങനെ ഒരു ചോദ്യമാണ് ചോദിച്ചത്. അതാണ് ഭാഗം. അപ്പോൾ ഭാഗവതം എന്നുള്ളത് ഒരു സാധാരണ ഗ്രന്ഥമല്ല എന്ന് നാം അറിയണം. വേദങ്ങളെ മുഴുവൻ സ്വാംശീകരിച്ചിട്ട് അത് മനുഷ്യ ഹൃദയത്തിലേക്ക് ഒഴുക്കിയ ഒരു മഹാനദിയാണ് ഭാഗവതം. അതിലൂടെ ഒഴുകിയത് മുഴുവൻ ഭക്തിരസമാണ്. അപ്പോൾ ഭാഗവതത്തിൻ്റെ ഓരോ പേജിലും നാം കാണുന്നത് ഭഗവാനെയാണ്, കൃഷ്ണനെയാണ്. അല്ലാതെ വായിച്ചിട്ട് കാര്യമില്ല. ഭാഗവതത്തിൻ്റെ ഓരോ പേജിലും കൃഷ്ണനെ കാണാൻ പറ്റിയില്ലെങ്കിൽ വായിച്ചിട്ട് എന്ത് കാര്യം, ഇല്ലേ? മേൽപ്പത്തൂർ നാരായണീയം എഴുതിയപ്പോൾ പറയുന്നുണ്ട്, കൃഷ്ണനുമായി സംവാദം നടത്തിക്കൊണ്ടാണ് മേൽപ്പത്തൂർ എഴുതുക. അദ്ദേഹം പറയുന്നുണ്ട്, ചില സ്ഥലത്തൊക്കെ അദ്ദേഹത്തിന് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ മടക്കി വെച്ചിട്ട് പ്രാർത്ഥിക്കും. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഭഗവാൻ തന്നെ വന്നിട്ട്, തുടർന്നോളൂ, നീ എഴുതിയത് കറക്റ്റാണ്, സംശയം വരുമ്പോൾ ചോദിക്കുമെന്നാ. അപ്പോൾ ഭഗവാൻ പറയും, കുഴപ്പമില്ല, ശരിയാണ്, പൊക്കോളൂ എന്നാണ്. അപ്പോൾ അത്തരത്തിലാണ് ഭാഗവതം എന്നുള്ളത് നാം കാണേണ്ടത് എന്ന. ഭക്തിരസത്തിൻ്റെ ഒരു മഹാനദിയാണ് ഭാഗവതം എന്നുള്ളത്. മനുഷ്യനെ ഭക്തിയിലേക്ക് നയിക്കുന്ന ഒരു ജീവിത മാർഗമാണ്, ജീവിത പദ്ധതിയാണ് ഭാഗവതം. അത് മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് എന്ന. വേദം എന്നുള്ളത് ഒരു മഹാവൃക്ഷമാണെങ്കിൽ അതിൻ്റെ പാകമായ ഫലം അതാണ് ഭാഗവതം. ഇപ്പോൾ പ്രകൃതിയിലെ ഓരോ ഫലത്തിനും ഓരോ പഴത്തിനും അതിൻ്റേതായ ഒരു സന്ദേശം നമുക്ക് നൽകാനുണ്ട്. നാം ഒരു പഴം കഴിക്കുമ്പോൾ, ഇപ്പോൾ മരത്തിൽ നിന്നൊരു പഴം കഴിക്കുമ്പോൾ അത് നമുക്കൊരു മെസ്സേജ് തരുന്നുണ്ട്. ആ മെസ്സേജ് കിട്ടുന്നില്ലെങ്കിൽ കഴിച്ചത് വെറുതെയായി. അറിവുള്ളവർ അങ്ങനെയാണ് പറയുക കേട്ടോ. എനിക്കങ്ങനെ ഒരു ഗുരുനാഥനുണ്ട്, ശ്രീ KV ദയാൽ എന്ന് പറയും. അദ്ദേഹം പറയും, നാം കഴിക്കുമ്പോൾ ഓരോന്നും നമുക്കൊരു മെസ്സേജ് നൽകുന്നുണ്ട്, അത് അറിയാൻ പറ്റുക, ആ അറിവാണ് പ്രധാനമെന്ന്. അപ്പോൾ ഈ ഭാഗവതം എന്നുള്ള ഈ ഫലം, വേദം എന്ന മഹാവൃക്ഷത്തിൻ്റെ ഏറ്റവും അമൂല്യമായിട്ടുള്ള ഫലമാണ് എന്നുള്ളതാണ്. ആ ഫലം നമുക്കൊരു സന്ദേശം നൽകുന്നുണ്ട്. ആ സന്ദേശം ഏറ്റവും കൃത്യമായി, ഏറ്റവും വ്യക്തമായി, ഏറ്റവും ലളിതമായി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഭാഗമാണ് നിമി നവയോഗി സംവാദം എന്നുള്ളത്. അവിടെയുണ്ട്. അപ്പോൾ ഭാഗവതം മുഴുവൻ വായിക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല, കുഴപ്പമില്ല, നിമി നവയോഗി സംവാദം ഒന്ന് വായിച്ചാൽ മതി എന്ന്. കാരണം ഭാഗവതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം മുക്തി എന്നുള്ളതാ, മോക്ഷം എന്നുള്ളതാ. ആരോടാ ഭാഗവതം പറഞ്ഞത്? ആരോട് പറഞ്ഞു? ശുഗബ്രഹ്മർഷി പറഞ്ഞത് പരീക്ഷിത്തിനോടാ. പരീക്ഷിത്ത് ഇനി മരണത്തെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ പറയാറുണ്ട്. ഈ സത്രങ്ങളിലൊക്കെ പ്രഭാഷണത്തിന് പോകുമ്പോൾ
കൂടുതലും കേൾവിക്കാരായിട്ടുള്ളവർ പെൻഷൻ പറ്റിയവരൊക്കെയാണ്. ചെറുപ്പക്കാരൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ, ഇപ്പോൾ വലിയ മാറ്റം വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞത് ഞാനൊക്കെ വളരെ സന്തോഷത്തോടെ കേട്ടുകൊണ്ടിരുന്നു. നമ്മുടെ ഭാരതത്തിൽ നിന്ന് ഭജനയൊക്കെ കേൾക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട് എന്നാണ്. നോക്കൂ, വലിയ മാറ്റമാണ്. ആ മാറ്റത്തിന് തിരികൊളുത്തിയ ഒരു പ്രധാന സങ്കേതമാണ് മള്ളിയൂർ. ഈ ഗ്രന്ഥം എടുത്തു വച്ചിട്ട് ഇത് വെറുതെ വായിച്ച് മറക്കേണ്ടതല്ല എന്ന് മലയാളിയെ പഠിപ്പിച്ച ഒരു സ്ഥലമാണ്, ഒരു പുണ്യ സങ്കേതമാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന ആൾ അങ്ങനെയുള്ളതാ, വിഘ്ന നിവാരകന. അപ്പം അതുകൊണ്ട് തുടക്കം ഇവിടെ നിന്നാ. അതിൻ്റെ മാറ്റമാണ് ഇന്ന് നാം എല്ലായിടത്തും കാണുന്നത്, ലോകമെമ്പാടും കാണുന്നത് എന്ന്. അപ്പോൾ ഏറ്റവും ലളിതമായി നമുക്ക് ഭാഗവത തത്വത്തെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പരീക്ഷിത്താണ് കേൾക്കുക, പ്രായമുള്ളവരാണ് കൂടുതൽ വരിക. എന്താ കാര്യം? അവരാകപ്പാടെ ഒരു വലിയ സംഘർഷത്തിലാണ്, ഒന്നും ചെയ്യാനില്ല. വീട്ടിലൊക്കെ മിക്കവാറും എല്ലാവരും ഒറ്റയ്ക്കായിരിക്കും. എന്നാൽ പിന്നെ ഒരു ദിവസം മള്ളിയൂർ പോയി ഇരുന്ന് കളയാം. സത്രത്തിനൊക്കെ പോകുന്നതൊരു ആശ്വാസമാണ്. അത്യാവശ്യം ഭക്ഷണമൊക്കെ കിട്ടും. എന്നാൽ പിന്നെ ഒരു ദിവസം സമാധാനമായിട്ടങ്ങ് ചിലവഴിച്ച് കളയാം എന്ന് കരുതുന്ന ധാരാളം ആളുകളുണ്ട്. ഇവിടെ അങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട്, എത്തുന്നുണ്ട്. എന്താ കാര്യം? ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്, ആരും നോക്കാനൊന്നുമില്ല. അപ്പോൾ മുമ്പോട്ടിനി ഒരു വഴിയില്ല, ഒരു പ്രതിസന്ധിയിലാണ് എന്ന് കരുതുമ്പോഴാണ് സാധാരണയായി നാമൊക്കെ ആത്മീയതയിലേക്ക്, ആധ്യാത്മികതയിലേക്ക്, ഭാഗവതത്തിലേക്ക് ഒക്കെ മാറുന്നത്. അതൊരു പൊതു സ്വഭാവമാണ്. അത് പോരാ, അത് മാറ്റം വന്നിട്ടുണ്ട്. ഏതായാലും പരീക്ഷിത്താണ് ഇത് ആദ്യം കേട്ടത്. മരണത്തെ മുന്നിൽ കാണുന്ന നിമിഷം നമ്മുടെ മനസ്സിൻ്റെ ഒരു മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ നമുക്കെന്താണ്? സംഘർഷമാണ്. നമുക്കെന്തു ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു പിടിയില്ല. അപ്പോഴാണ് ശുകബ്രഹ്മർഷി ഭാഗവതം പറഞ്ഞത്. പരീക്ഷിത്ത് ആള് മാറി എന്നാണ്, മരണഭയം ഒഴിവായി എന്നാണ്, പിന്നെ വളരെ റിലാക്സ്ഡായി എന്നാണ്, പിന്നെ ഒന്നും നഷ്ടപ്പെടാനില്ല. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, വന്നപ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല, പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല, ഇതുവരെ കിട്ടിയതെല്ലാം ലാഭം മാത്രം. ഇല്ലേ? നമ്മുടെയൊക്കെ ധാരണ എന്തൊക്കെയോ വിട്ടിട്ട് പോകുന്നു എന്നാ. ഒന്നും വിട്ടിട്ട് പോകുന്നില്ല. കാരണം എന്താ? ഇന്നലെ വരെ ഇതൊക്കെ വേറെ ആരുടെയോ ആയിരുന്നു, നാളെ ഇത് വേറെ ആരുടെയോ ആവും. ഇപ്പോൾ നമ്മളിതിൻ്റെ സൂക്ഷിപ്പുകാർ മാത്രം. നമ്മൾ ഓണറാവുമ്പോഴാണ് കുഴപ്പം, ഉടമസ്ഥനാവുമ്പോഴാണ് കുഴപ്പം. ഈ സ്ഥലം എൻ്റേതാണെന്ന് ഞാനങ്ങോട്ട് ധരിച്ചാൽ എങ്ങനെ ഇരിക്കും? 3:30 വരെ ഇവിടെ വേറെ ആരോ ആയിരുന്നു, ഇനി 5 കഴിയുമ്പോൾ ഇവിടെ വേറെ ആരെങ്കിലുമൊക്കെ വരും, അല്ലേ? അപ്പോൾ ഇതെൻ്റെ സ്ഥലമല്ല, എനിക്കിവിടെ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു കുറച്ചു സമയമുണ്ട്. ആ സമയത്ത് എന്താണ് ഞാൻ അന്വേഷിക്കേണ്ടത് എന്ന് ഭാഗവതം നമ്മെ കാണിച്ചു തരികയാണ്, അല്ലേ? നാമൊക്കെ വല്ലാതെ ഓട്ടത്തിലാണ്, എല്ലാവരും ഓട്ടത്തിലാണ്. ഹിന്ദുവിനെക്കുറിച്ച് അങ്ങനെ പറയും. എന്താ ഹിന്ദുവിൻ്റെ പ്രശ്നം? ഇരിക്കാൻ നേരെയില്ല. ബാക്കി എല്ലാ മതവിഭാഗക്കാർക്കും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ സമാധാനമായിട്ടൊന്ന് ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഓട്ടം നിർത്തിയിട്ട് വേണ്ടേ? എന്നും ഓരോ പ്രശ്നങ്ങളല്ലേ? പൂന്താനം പറയുന്നുണ്ടല്ലോ ജ്ഞാനപ്പാനയിൽ, ഇല്ലേ? പഠിച്ചാൽ ജോലി കിട്ടണം, ജോലി കിട്ടിയാൽ കല്യാണം കഴിക്കണം, കല്യാണം കഴിച്ചാൽ കുഞ്ഞുണ്ടാവണം, കുഞ്ഞുണ്ടായാൽ അതിനെ പഠിപ്പിക്കണം, അതിന് ജോലി വേണം, അതിനെ കല്യാണം കഴിപ്പിക്കണം, അതിൻ്റെ കൊച്ചിൻ്റെ 28 കൂടെ കൂടിയാലും ആഗ്രഹം തീരുന്നില്ല. നോക്കൂ, ഇത് ബാക്കി എല്ലാവർക്കും ഉണ്ട്, പക്ഷെ നമുക്ക് മാത്രമല്ല. പക്ഷെ നമുക്ക് ഈ ബന്ധനത്തിൽ നിന്ന് മോചിതനായി ക്ഷേത്രത്തിൽ വന്ന് 10 മിനിറ്റ് ഇരിക്കാൻ സാധിക്കുന്നേ ഇല്ല. ഇരുന്ന തീരാവുന്ന പ്രശ്നമേ നമുക്കുള്ളൂ. ഇപ്പോൾ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കുംഭമേളയിൽ പോയി, തിരുനാവായിൽ. ആലോചിച്ച് നോക്കൂ, 4 മണിക്ക്, നല്ല വെയിലാണ് അവിടെ ഭാരതപ്പുഴയിൽ, 4 മണിക്ക് ആ ആരതി, നിള ആരതി കാണാൻ മുട്ടോളം വെള്ളത്തിൽ ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുകയാണ്. 7:30 മണിക്കാണ് ആരതി. വല്ലാത്ത അഭിമാനം തോന്നി. ഞാൻ പ്രയാഗ്രാജിൽ കുംഭമേളയ്ക്ക് പോയിരുന്നു ഈ കഴിഞ്ഞ വർഷം. അപ്പോൾ ആളുകൾ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് വെറുതെ ഓടിയിട്ട് കാര്യമില്ല, അന്വേഷിക്കുന്നത് ഉള്ളിൽ തന്നെ. പുറത്താണിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പുറത്ത് അന്വേഷിച്ചിട്ട് കാര്യമില്ല, അകത്തേക്ക് നോക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് ഭാഗവതം നിമി ചക്രവർത്തിയോട് നവയോഗികൾ കൃത്യമായി പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭാഗവതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം മുക്തി എന്നുള്ളതാണ്. പരീക്ഷിത്തിനെ
കൃത്യമായ സന്ദേശം നൽകി. ആരാണ് നീ? ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അതായിരുന്നു. ഇവിടെ വിശ്വാസികളില്ല. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. ബ്രിട്ടീഷുകാരൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്, നിങ്ങളൊക്കെ ബ്ലാക്ക് മാജിക്കിൻ്റെ ആളുകളാണ്. ഇവിടെ വിശ്വാസികളൊന്നുമില്ല, ഇവിടെ അന്വേഷകരേ ഉള്ളൂ. അന്വേഷകരേ ഉള്ളൂ. ആ അന്വേഷകരിൽ നാമൊക്കെ കണ്ട നമ്മുടെ തൊട്ടു മുമ്പുള്ള തലമുറയിലെ അഗ്രഗണ്യനായ ബ്രഹ്മജ്ഞാനിയായിരുന്നു മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി. അന്വേഷണമായിരുന്നു. അതൊരു പരമ്പരയിൽ അവസാനിക്കുന്നതല്ല. ആ പരമ്പരയിലെ 5000 വർഷം മുമ്പുള്ള ഒരു കാലഘട്ടത്തിൻ്റെ കണ്ണികളായിരുന്നു നവയോഗികൾ. ഋഷഭദേവൻ്റെ 100 മക്കളിൽ അവസാനത്തെ 9 പേർ. ആദ്യത്തെ ആളായിരുന്നു ഭരതൻ. ആ ഭരതൻ്റെ പേരിലാണ് ഭാരതം അറിയപ്പെടുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അജനാഭം എന്ന ഖണ്ഡം. അജനാഭം എന്നാണ് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ പേര്, ഭാരതത്തിൻ്റെ പേര്. ഭരതനു ശേഷമാണ് അത് ഭാരതം. മറ്റൊന്നുകൂടി പറയുന്നു, ഭാസിൽ രഥം, പ്രകാശത്തിൽ രതിയുള്ള രാജ്യം, അറിവിൻ്റെ വെളിച്ചത്തെ ഇഷ്ടപ്പെടുന്ന രാജ്യം. അങ്ങനെ ഒരു സംവാദ പദ്ധതി, പല പദ്ധതികളുണ്ട്. ദൃഷ്ടാന്ത പദ്ധതി, ഉപദേശ പദ്ധതി. ഭാരതത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഉപദേശ പദ്ധതി. പറഞ്ഞുകൊണ്ടേയിരിക്കുക. കേൾക്കുന്നുണ്ടോ, തിരിച്ച് ചീത്തയാണോ പറയുക, ഇതൊന്നും പ്രശ്നമില്ല. ഉപദേശങ്ങളിങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് ബോധ്യപ്പെടലുണ്ടാവുക അറിയില്ലല്ലോ. മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞ് സർവനാശത്തിന് ശേഷവും കൊട്ടാരത്തിൽ ഇങ്ങനെ അടപടലം കസേരയിൽ മുറുകെ പിടിച്ചിരുന്ന ധൃതരാഷ്ട്രരോട് വിതുരരുവെന്ന് പറയുന്നൊരു രംഗമുണ്ട്. മതിയായില്ലേ? ഇനിയും പോകാൻ മേലേ വാനപ്രസ്ഥം, സന്യാസം എന്ന് ചോദിക്കുന്നുണ്ട്. അത് അദ്ദേഹം അതിന് കുറേ നാളുകളായി ചോദിച്ചിട്ടൊന്നും ഒരു മാറ്റം ഉണ്ടായില്ല, അവിടെ തന്നെ ഇരുന്നു. അതുകൊണ്ട് അദ്ദേഹം ചോദ്യം നിർത്തിയില്ല, വീണ്ടും പറയാൻ തുടങ്ങുകയാണ്, ഉപദേശം വീണ്ടും. അപ്പം അതുകൊണ്ട് കുട്ടികളോടൊക്കെ മുതിർന്ന ആളുകൾ ഉപദേശിക്കുമ്പോൾ അവർ ചിലപ്പോൾ അനുസരണക്കേടൊക്കെ കാണിക്കും. ഉപേക്ഷയൊന്നും വിചാരിക്കണ്ട, പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഏത് സമയത്താണ് അവരുടെ മനസ്സും ബുദ്ധിയും ലയിക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെയുള്ളൊരു പദ്ധതിയാണ് സംവാദ പദ്ധതി. ചോദ്യോത്തരമാണ്. ഇപ്പോൾ നിമി ചക്രവർത്തിയാണ്. 5000 വർഷങ്ങൾക്കപ്പുറത്ത് ഭാരതത്തിലെ ഒരു ചക്രവർത്തിയാണ് നിമി. എല്ലാമുണ്ട്, സമ്പത്തുണ്ട്, അധികാരമുണ്ട്, ആജ്ഞാനുവർത്തികളായി എല്ലാവരുമുണ്ട്. സുഖലോലുപതയുടെ അങ്ങേ തലക്കൽ നിൽക്കുകയാണ് നിമി. പക്ഷേ നിമിക്ക് ശാന്തതയില്ല. നിമിയും അന്വേഷകനാണ്. എന്താ കാര്യം? അവിടെ നവയോഗികൾ എത്തുന്നു. ഞാൻ പറഞ്ഞു, ഋഷഭദേവൻ്റെ മക്കളാണ് നവയോഗികൾ. ജ്ഞാനവിളംബരം ചെയ്ത് നടക്കുന്നവർ. നോക്കൂ, ഈ മണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ ഈ തലമുറയിലുമുണ്ട് നല്ല ഒന്നാം തരം സനാതനധർമ്മ പ്രചാരകർ. കല്യാണമൊക്കെ വേണ്ടെന്ന് വച്ചിട്ട് ഈ ധർമ്മഗ്രന്ഥങ്ങളുമായി ലോകം ചുറ്റുന്നവർ. എനിക്ക് സഹോദരങ്ങളായി അങ്ങനെ ധാരാളം ആളുകളുണ്ട്. നോക്കൂ, എന്താ കല്യാണമൊന്നും വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഇതൊന്ന് തീർച്ചയാക്കിയിട്ട് വേണ്ടേ എന്നാണ്. ഇവരുടെയൊക്കെ വാക്കുകൾ നമ്മളൊന്നും പറയുന്നത് പോലല്ല, യഥാർത്ഥത്തിൽ അമൃതാണ്. ഇവിടെയും കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരാൾ വന്നിരുന്നു, എൻ്റെ ഒരു സഹോദരൻ, തൃശ്ശൂരിൽ നിന്ന് വന്നിരുന്നു, കൊടകരയിൽ നിന്ന്, സതീഷ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഒരു ഭാഗ്യമാണ്. നവയോഗികൾ അങ്ങനെയുള്ളവരാണ്. എന്താ അവരുടെ പ്രത്യേകത? അവർ ജ്ഞാനം ഇങ്ങനെ വിളംബരം ചെയ്ത് നടക്കുകയാണ്. അവരാരാണ് എന്ന് നാം അറിയുന്നത്, അവരുടെ മഹത്വം നാം അറിയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ആരാണ് അവരുടെ ഗുരു എന്നൊന്ന് അന്വേഷിച്ചാൽ മതി. ആരാണ് അവരുടെ അച്ഛൻ തന്നെ മഹാനാണ്, അതിനപ്പുറം ആരാണ് അവരുടെ ഗുരു എന്ന് ചോദിച്ചാൽ എല്ലാ സംശയവും തീരും. നാരദനാണ്. അതിനപ്പുറത്ത് ഇനി എന്താ വേണ്ടേ? നാരദരെ ഗുരുവായി കിട്ടുക. നമ്മുടെ ധാരണ നാരദൻ ഏഷണിക്കാരനാണ് എന്നാ, അല്ലേ? നമ്മളങ്ങനെ ധരിച്ച് നാട്ടിലൊക്കെ നാരദന്മാരെ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാം നാട്ടിലുണ്ട്, പറയുകയും ചെയ്ത് ദേ വരുന്നു നാരദൻ വരുന്നു എന്ന്. ആരാ നാരദൻ? നാരം പരമാത്മ വിഷയകം ജ്ഞാനം ദദാതി ഇതി നാരദ. അറിവിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നവൻ, അതാ നാരദൻ. പറയുന്നു ഇല്ലേ, വാത്മീകി മഹർഷി രാമായണം എഴുതിയപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നു നാരദൻ മഹാഋഷിയാണ്, ഋഷി പുങ്കവനാണ്. പറയുന്നുണ്ട്, എൻ്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് വിശദീകരിക്കണില്ല.
അപ്പോൾ അങ്ങനെയുള്ള നാരദനാണ്. എന്താ നാരദൻ്റെ പരിപാടി? ഏഷണി ആയിരുന്നില്ല. എപ്പെട്ടപ്പെട്ടെ ധർമ്മത്തിന് ഭ്രംശമുണ്ടാവുമെന്ന് അദ്ദേഹത്തിൻ്റെ ദിവ്യജ്ഞാനത്തിൽ അദ്ദേഹത്തിന് ബോധ്യമുണ്ടാവുന്നോ അവിടെ അദ്ദേഹത്തും അതിനുള്ള ഉപാധിയും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് പരിഹരിക്കാൻ പറ്റാത്തതായിട്ടുള്ളൊരു പ്രശ്നമില്ല. എന്തൊരു പുണ്യഭൂമിയാണ് ഭാരതം എന്ന് ആലോചിച്ച് നോക്കൂ. നാരദനെ പോലെയുള്ള ഗുരുനാഥന്മാരുടെ ഈ കാലഘട്ടത്തിലെ പരമ്പരയാണ് നാം. പക്ഷേ ബ്രിട്ടീഷുകാർ വന്ന് ഒന്ന് കയറി ഇറങ്ങിപ്പോയപ്പോൾ നട്ടല്ലൊന്ന് കുനിഞ്ഞു. അപ്പോൾ നമുക്ക് നാരദൻ ഏഷണിക്കാരനായി മാറി. അത്രേ പറ്റിയുള്ളൂ. അപ്പോൾ ഗണപതി നമുക്ക് മിത്തായി മാറി. അത്രയേ ഉള്ളൂ. പക്ഷേ മാറി വരുന്നുണ്ട്. ഇപ്പോൾ വലിയ മാറ്റമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് സന്തോഷം. അപ്പോൾ ഇവിടെ നിമി ചക്രവർത്തി രാജാവാണ്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തിനോടുള്ള, അന്വേഷണത്തോടുള്ള, സത്യമറിയാനുള്ള, ആത്മജ്ഞാനത്തിൻ്റെ മാർഗമെന്ത്, മോക്ഷമെന്ത്, മുക്തി എന്ത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണം അടങ്ങുന്നില്ല. അതാണ് ഭാരതത്തിൻ്റെ പ്രത്യേകത. നിമി ചോദിക്കുന്നു. സത്രയാഗത്തിന് കടന്നു വന്ന നവയോഗികളോട് നിമി ചോദിക്കുകയാണ്. അവർ 9 പേരുണ്ട്, അതുകൊണ്ട് 9 ചോദ്യങ്ങൾ. പലതരത്തിൽ വ്യാഖ്യാനമുണ്ടെങ്കിലും മൂലഗ്രന്ഥമാണ് ഞാൻ അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. ഈ നിമി നവയോഗി സംവാദമെന്ന് പറയുന്നത് ഏകാദശ സ്കന്ധത്തിലാണ്. ഭാഗവതത്തിൽ 11ാം സ്കന്ധമാണ്. ഏകാദശ സ്കന്ധത്തെ മുക്തിസ്കന്ധം എന്നുകൂടെ പറയുന്നുണ്ട്. എന്താ കാര്യം? അത് മോക്ഷത്തെക്കുറിച്ചാണ് പ്രതിപാദ്യ വിഷയം, മുക്തിയെക്കുറിച്ചാണ് പ്രതിപാദ്യ വിഷയം. അതുകൊണ്ട് മുക്തിസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായം മുതൽ 5ാമത്തെ അധ്യായം വരെയുള്ള ഏതാണ്ട് 185ഓളം ശ്ലോകങ്ങൾ, അതാണ് നിമിയും നവയോഗികളും തമ്മിലുള്ള സംവാദം എന്നുള്ളത്. 1 മണിക്കൂർ കൊണ്ടൊന്നും തീരുന്ന ഒന്നല്ല എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു സംക്ഷിപ്തം എന്ന നിലയിലാണ് ഞാൻ അതിനെ കാണാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിമി ആരാണ് എന്ന് ഞാൻ പറഞ്ഞു, എല്ലാമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് സംശയം. അദ്ദേഹം ചോദിക്കുന്നത് എങ്ങനെ തൊട്ടടുത്ത രാജ്യം കീഴടക്കാം, എങ്ങനെ മറ്റുള്ള ശത്രുക്കളെയൊക്കെ ജയിച്ച് അപരാജിതനായി എനിക്ക് കൂടുതൽ കൂടുതൽ സമ്പത്തും നേട്ടങ്ങളും ഭൂമിയും, അങ്ങനെയൊക്കെയാണല്ലോ ധരിച്ചു വച്ചിട്ടുള്ളത് ഇല്ലേ. ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ അവരുടെ രാജ്യം വിസ്തൃതമാക്കുന്നതിന് ഇറങ്ങി പുറപ്പെട്ടവരാ. അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും, ഭാരതം ഇന്നുവരെ ഒരു യുദ്ധം ആരംഭിച്ചിട്ടില്ല. നമുക്ക് ഭൂമി വിസ്തൃതമാക്കണമെന്ന് താല്പര്യമില്ല. നമ്മുടെ ഭൂമി ഉള്ളിലാണ്, അതിന് പരിധിയില്ല അല്ലേ. അനേക കോടി ബ്രഹ്മാണ്ട ജനനി, ഒരു ബ്രഹ്മാണ്ടത്തെ തന്നെ മുഴുവൻ കാണാൻ പറ്റാത്തവൻ അഹങ്കരിച്ചു നിൽക്കുമ്പോഴാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് അനേക കോടി ബ്രഹ്മാണ്ട ജനനി. അപ്പോൾ നമ്മുടെ ഹൃദയ വിശാലതയൊന്ന് നോക്കൂ. പിന്നെ നമുക്ക് എന്തിനാ ഇനി കുറച്ചുകൂടെ മണ്ണ്? അതുകൊണ്ട് വന്നവർക്കൊക്കെ കൊടുത്തതിൻ്റെ കുഴപ്പമേ നമുക്കുള്ളൂ. കൊടുത്തതിൻ്റെ കുഴപ്പമുണ്ട്. മുൻപിൻ നോക്കാതെ കൊടുത്തവരാ നാം. അതുകൊണ്ട് നമുക്ക് കുറച്ച് സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടായി എന്നുള്ളതേ ഉള്ളൂ. അഭിമാനത്തിനൊരു കുഴപ്പമുണ്ടായിട്ടില്ല, ധർമ്മത്തിനൊരു കുഴപ്പമുണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. അപ്പോൾ ചക്രവർത്തിയുടെ സംശയം അതായിരുന്നില്ല. എനിക്കെങ്ങനെ ചക്രവർത്തി പദത്തിൽ നിന്ന് ഇനി വലിയ നേട്ടങ്ങൾ ഉണ്ടാവും, ഇതായിരുന്നില്ല അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം ചോദിച്ചത് ബന്ധനങ്ങളില്ലാതെ എനിക്ക് എങ്ങനെ ജീവിക്കാം, ദുഃഖത്തെ സ്പർശിക്കാതെ എങ്ങനെ എനിക്ക് നിലകൊള്ളാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആത്മജ്ഞാനം എന്താണ്, മോക്ഷത്തിനുള്ള മാർഗം എന്താണ് ജീവൻ മുക്തി? ഒരു രാജാവ് അറിയുന്നവനോട് എപ്രകാരമാണ് ഇടപഴകുന്നത്? ഇന്നത്തെ അധികാരികളൊക്കെ നിമിയെ പഠിക്കണം. അധികാരം കയ്യിൽ കിട്ടുമ്പോൾ അറിവുള്ളവനെ ആക്ഷേപിക്കുന്നവർ. പൂന്താനം പറഞ്ഞിട്ടില്ലേ, അറിയുന്നവൻ്റെ മുമ്പിൽ നാണം കെട്ടും നമിക്കണമെന്നാ. നമ്മുടെ ആളുകളുടെ ഒരു പ്രശ്നം അതാ. സനാതനധർമ്മ വിശ്വാസികൾക്ക് നിറകുടമ, തുളുമ്പില്ല. അപമാനമൊക്കെ സഹിച്ചൊരു മൂലയിൽ നിൽക്കും. ഉള്ളതിനെ പൊലിപ്പിച്ച് കാട്ടാൻ അറിയില്ല. മറ്റുള്ളവർ എന്തെങ്കിലും ഒരു ശതമാനം കിട്ടിയാൽ മതി, അത് വച്ചിട്ട് അങ്ങോട്ട് ആഘോഷിക്കും. നമ്മൾ ഒതുങ്ങി ഒരു മൂലയിലേക്ക് മാറും അല്ലേ. ഇപ്പോൾ പക്ഷേ അങ്ങനെ ഒതുങ്ങി മൂലയിലേക്ക് മാറിയവരെല്ലാം കൂടി പരസ്പരം ഒരു ബന്ധമുണ്ടായിക്കഴിഞ്ഞു. അതാണ് അത്ഭുതം. ഒറ്റപ്പെട്ട തുരുത്തുകളിൽ ഈ ധർമ്മത്തെ സംരക്ഷിച്ചുകൊണ്ട് ചെറിയ ചെറിയ പ്രവർത്തനങ്ങളുമായി നിൽക്കുന്ന അനേക കോടി ഭക്ത മനസ്സുകൾ
ഇന്ന് ഒറ്റ ചരടിൽ മുത്തുമണികൾ കോർത്തതുപോലെ കേരളത്തിൽ ഒന്നായി മാറിയിരിക്കുന്നു. ഞാൻ അഭിമാനത്തോടെ പറയും, അതിൻ്റെയും തുടക്കം ഈ പവിത്രമായ മണ്ണിലാണ്. വർഷങ്ങൾക്ക് മുമ്പ്. ചെറിയ കാര്യമല്ല. അപ്പോൾ രാജാവ് വിനയത്തോടുകൂടി ഈ നവയോഗികളെ സ്വീകരിച്ച് ആനയിച്ച് സാഷ്ടാംഗം നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾ ചോദിക്കുകയാണ്. അഹങ്കാരം ഇല്ല, വിനയത്തോടുകൂടി. അധികാരികളൊക്കെ, നമുക്ക് ചുറ്റുമുള്ള അധികാരികളെയൊക്കെ നാം ഒന്ന് നോക്കേണ്ടതുണ്ട്. ഈ രാജാവ് എപ്രകാരം ഉള്ളയാളാണ് എന്നാ. ഇപ്പോൾ നിമി എന്നുള്ളത് അങ്ങനെ ഒരു ചക്രവർത്തിയാണ്. ഇനി നവയോഗികളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. 9 പേരും അവർ ബ്രഹ്മത്തെ അറിയുന്നവർ എന്ന് പറഞ്ഞാൽ പോരാ, ബ്രഹ്മജ്ഞാനികൾ എന്നല്ല, ബ്രഹ്മം തന്നെയാണ്. വ്യത്യാസമുണ്ട്. ബ്രഹ്മത്തെ അറിയുന്നവനും ബ്രഹ്മവും, അവർ യഥാർത്ഥത്തിൽ ബ്രഹ്മം തന്നെയാണ്. നാരദ ശിഷ്യരാണ്. അവരോടാണ് ചോദ്യങ്ങൾ ചോദിക്കുക. ചോദ്യങ്ങൾ 9 ഞാൻ അതിനെ ഒന്ന് വളരെ സംക്ഷിപ്തമായി, എനിക്കിനി ഒരു 35 മിനിറ്റ് കൂടിയേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമെന്ന് പറയുന്നത് നമുക്കൊക്കെ തോന്നുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. നമ്മളിങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തി, ഒത്തിരി സമ്പത്ത് സമ്പാദിച്ചു, വലിയ വലിയ പദവികളിലേക്ക് നാം എത്തി. ജീവിതത്തിൽ സുഖം എന്ത് എന്ന് നാം മനസ്സിലാക്കി വച്ചിട്ടുള്ള സുഖങ്ങളെല്ലാം നമുക്ക് കൈവന്നിട്ടുണ്ട്. പക്ഷേ എന്താണ് ആത്യന്തികമായ ശാന്തി? അതൊന്ന് പറഞ്ഞു തരണേ. എന്താണ് ജീവിതം? എന്താണ് ധർമ്മം? എനിക്കത് മനസ്സിലാവണില്ല എന്നാണ് നിമി ചോദിക്കുന്നത്. ഇപ്പോൾ നിമി വിദേഹ രാജ്യത്തിൻ്റെ രാജാവാണ്. അപ്പോൾ നമുക്ക് ആ പേരുകളൊക്കെ ഒന്ന് നോക്കണം. ഭാരതത്തിൻ്റെ പ്രത്യേകതയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഭാസിൽ രഥം. വിദേഹ രാജ്യം, വിദേഹം എന്ന് പറഞ്ഞാൽ ദേഹമില്ലാത്തവൻ എന്നാണ്. ദേഹമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ദേഹാഭിമാനമില്ലാത്തവൻ എന്നാണ്, അഹങ്കാരമില്ലാത്തവൻ എന്നാണ് അർത്ഥം. അപ്പോൾ രാജാവ് വിനയമുള്ളവനാണ് എന്നാണ്. അത്തരത്തിലുള്ള രാജാവ് ചോദിക്കുന്നു, എനിക്ക് യുക്തിഭദ്രമായി ശാസ്ത്രീയമായി മോക്ഷമാർഗം എന്താണ് എന്നൊന്ന് പറഞ്ഞു തരണം. 9 ചോദ്യങ്ങളുണ്ട്, പക്ഷേ സംക്ഷിപ്തം ഇതാണ്. ബ്രഹ്മജ്ഞാനികളായ ഭാരതത്തിൻ്റെ ജ്ഞാന പരമ്പരയുടെ, സന്യാസി പരമ്പരയുടെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണങ്ങളായ നവയോഗികൾ, ആ കാലഘട്ടത്തിൻ്റെ കണ്ണികൾ അതിന് കൃത്യമായി ഉത്തരം നൽകുന്നു. ചോദ്യം 1, പരമമായ അവരാരൊക്കെ എന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പിലായനൻ, ആയുർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ. പേരൊക്കെ വളരെ പ്രസിദ്ധമാകട്ടെ. നമ്മൾ കുട്ടികൾക്ക് പേര് കൊടുക്കുന്നത് പോലല്ല, അർത്ഥമുള്ള പേരുകളാണ്. നാടിന് കൊടുത്ത പേര് പോലെ തന്നെയാണ് ആളുകൾക്കും. അതുകൊണ്ട് നമുക്ക് പേരിടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ആൺകുട്ടിക്ക് പേരിടാൻ വിഷ്ണു സഹസ്രനാമം ഇരിക്കുകയല്ലേ, നമ്മൾ ഗൂഗിളിൽ പോയി തിരയുക. പെൺകുട്ടിക്ക് പേരിടാൻ ലളിത സഹസ്രനാമം ഇരിക്കുകയാണ്. പക്ഷേ ഇത് രണ്ടും വീട്ടിലെ പൂജാമുറിയിൽ അലമാരിയിൽ വെച്ചിട്ട് നാം ഗൂഗിളിനോട് ചോദിക്കുകയാണ്, എൻ്റെ കുട്ടിക്ക് എന്ത് പേരിടണം? ഗൂഗിൾ പേര് തന്നു, ടുട്ടു. എന്നിട്ട് നമ്മൾ ആയുഷ്കാലം മുഴുവൻ നമ്മൾ വിളിച്ചുകൊണ്ട് നടക്കുകയാണ്, ടുട്ടു, കുട്ടു. നാസ്തികരായ ആളുകൾ വെറുതെ ദൈവത്തെ പുച്ഛിച്ചുകൊണ്ട് മക്കൾക്ക് നാരായണൻ എന്ന് പേരിട്ടിട്ട് മോക്ഷം നേടിയിട്ടുള്ള നാടാ ഭാരതം. അത് തന്നെ ഒരു പ്രഭാഷണ വിഷയമാണ്. അപമാനിച്ചുകൊണ്ടേ, പൂന്താനം പറയണില്ലേ, മറ്റൊന്നായി കരുതിയിട്ടാണെങ്കിലും അപമാനിച്ചിട്ടാണെങ്കിലും ഈ പേരും പറഞ്ഞുകൊണ്ട് നടക്കാൻ പറഞ്ഞില്ലേ. അങ്ങനെ മോക്ഷം നേടിയവരുടെ നാടാണ്. അതുകൊണ്ട് പേര് വലിയ കാര്യമാണ്. ആദ്യത്തെ പേരുകാരനാണ് അതിനുത്തരം പറഞ്ഞത്. 9 പേരിൽ ആദ്യത്തെ ആൾ ഉത്തരം പറഞ്ഞു, കവി ഉത്തരം പറഞ്ഞു. ധർമ്മം എന്താണ് എന്ന ചോദ്യം. പരമമായ ഭക്തിയാണ് ധർമ്മം. ഏറ്റവും സിമ്പിളാ. എന്താ അത്? വാക്കും ചിന്തയും പ്രവൃത്തിയും ഭഗവാനിലേക്കാക്കുക, വേറൊന്നും വേണ്ട എന്ന്. നമ്മുടെ ധാരണ ഈ പ്രപഞ്ചം ഇങ്ങനെ നടക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടാന്നാ പലരുടെയും ധാരണ. കുറച്ചൊക്കെ അറിയുന്ന ആളുകളാണെങ്കിൽ പിന്നെ പറയാനുമില്ല. അവരുടെ ആ കൂട്ടത്തിൽ അവർക്ക് അധികാരവും സമ്പത്ത് കൂടെ കൊണ്ട് തീർന്നു. അങ്ങനെയുള്ള ധാരാളം ആളുകളെ സനാതനധർമ്മം എടുത്ത് കൃത്യമായി വിവരിച്ച് തന്നിട്ടുണ്ട്. അവരുടെ അവസാനം എങ്ങനെയെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും പഠിക്കില്ല. അപ്പോൾ ഇവിടെ ഭഗവാനിൽ സമർപ്പിതമാവുക, ലക്ഷക്കണക്കിന് അങ്ങനെയുള്ള സമർപ്പിത ഭക്തിയുടെ പ്രതീകങ്ങൾ ഭാഗവതത്തിലുണ്ട്. ശബരി നമുക്കറിയില്ലേ,
ആലോചിച്ച് നോക്കും, ഒന്നുമില്ല. പക്ഷേ ഇതിനപ്പുറത്ത് എന്താ ഒരു സുഹൃതം ഇല്ലേ? ഭഗവാന്റെ പാദം അനുഗ്രഹം കിട്ടാനുള്ള ഒരു ഭാഗ്യമുണ്ടാവുക. പക്ഷികളായിട്ടുള്ള ജടായുവിന് സമ്പാദിക്ക് ഭഗവാൻ ഉദകക്രിയ ചെയ്യുകയാണ്. ആലോചിച്ച് നോക്കൂ. ഹനുമാൻ ആരാണ്? വായുപുത്രൻ. അപ്പോൾ നമ്മെ സംബന്ധിച്ച് പ്രതീകങ്ങൾ ധാരാളമാണ്, ഒട്ടനവധിയാണ്. നാം അത് പഠിക്കണില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്താണ് പരമമായ ധർമ്മം? എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക, സമർപ്പിതമായി ചെയ്യുക, ഭഗവാനിലേക്ക് എല്ലാം ചേർക്കുക. അതാണ് പരമമായ ധർമ്മം. അപ്പോൾ എന്തു പറ്റും? ഭയം നീങ്ങും. ഭയം നീങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? അഭയം. ഭയം നീങ്ങിയാൽ ഉണ്ടാവുന്നത് അഭയമാണ്. അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല എന്നാണ്. ഇതിനപ്പുറത്ത് ഒരു ശാന്തി മന്ത്രമില്ല. എല്ലാം ഭഗവാനെന്ന് മാത്രം നനയ്ക്കുക. അതുകൊണ്ടാണ് മേൽപ്പത്തൂരിനോട് പറഞ്ഞത് മത്സ്യം തൊട്ട് കൂട്ടിക്കോളാൻ. നമ്മൾ ധരിച്ചത് മാർക്കറ്റിൽ പോയി മീൻ മേടിച്ച് കഴിച്ചോളാനാണ്, നല്ല പ്രോട്ടീനൊക്കെ ഉണ്ടാവും, കഴിച്ചോളൂ എന്നാണ്. പക്ഷേ മേൽപ്പത്തൂരിൻ്റെ സഹോദരന് കാര്യം മനസ്സിലായി. അതുകൊണ്ടാണ് വന്നിട്ട് പറഞ്ഞത് പോയി ഗുരുവായൂരപ്പൻ്റെ നടയിലേക്ക് ഇരുന്നോളാൻ. ആ നടയിൽ പോയി സമർപ്പിതമായി തൻ്റെ സർവസ്വവും സമർപ്പിച്ച എത്ര ആളുകളെ നമുക്കറിയാം. അവരൊക്കെ ആരായി മാറി? ഗുരുവായൂരപ്പൻ തന്നെയായി മാറി. അവർക്കൊക്കെ ആ ഭഗവത് ദർശനമുണ്ടായിന്ന. നമ്മൾ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്. എവിടെ പോയാൽ കിട്ടുമെന്നുള്ളതാണ്. എങ്ങോട്ടും പോകാൻ തയ്യാറാണ്, പക്ഷേ ഭഗവാനെ കാണുന്നില്ല. കാണണമെങ്കിൽ ഈ പറഞ്ഞതാ, ചെയ്യുന്നതും പറയുന്നതും ചിന്തിക്കുന്നതുമെല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റണം. അടുക്കളയിൽ ദോശ ചുടുമ്പോൾ ഭഗവാന്റെ നാമം ചൊല്ലിക്കൊണ്ട് ചുട്ടാൽ കഴിക്കുന്നവൻ ആരോഗ്യം ഉണ്ടാവും. ആലോചിച്ച് നോക്കൂ. കുഞ്ഞിനെ താരാട്ടുപാടി ഉറക്കുമ്പോൾ ഭഗവത് നാമത്തിലൂടെയാണെങ്കിൽ ഉറങ്ങുന്ന കുഞ്ഞ് ഉണരുമ്പോൾ മഹാനായി മാറും, വഴിതെറ്റില്ല. നമ്മൾ കൊച്ചിനെ പാടി കേൾപ്പിക്കുന്ന പാട്ടുകൾ മൈക്കിൻ്റെ മുമ്പിലൊന്നും പറയാൻ പറ്റുന്നതല്ല. കൊച്ച് 11 വയസ്സ് കഴിയുമ്പോൾ കൈവിട്ട് പോവും. നോക്കൂ, അല്ലാത്ത എത്ര കുട്ടികളെ നമുക്ക് കാണാം ഇല്ലേ? ആലോചിച്ച് നോക്കൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ചർച്ചയിൽ അത് ഞാൻ പറഞ്ഞു. നമുക്ക് കുട്ടികളില്ലേ? പ്രഹ്ലാദനും മാർക്കണ്ഡേയനും നചികേതസും ഒക്കെ നമ്മുടെ വീട്ടിലിരിക്കുകയാണ്. പക്ഷേ നമുക്ക് അവരെ ആരെ അറിയാൻ മേല. നമുക്കറിയുന്നത് വേടനെയാണ്. നോക്കൂ, നമ്മുടെ ഈ റോൾ മോഡൽ ആരാണ് എന്നുള്ളതാ. ഇപ്പോൾ മാറ്റം വന്നു കേട്ടോ, മാറ്റം വന്നു. ഞാനിപ്പോൾ എൻ്റെ അമ്മയുടെ അനുജത്തിയുമായി സംസാരിക്കുകയായിരുന്നു. അവർ നന്ദഗോവിന്ദം ഭജൻസ് കേൾക്കാൻ പോയി. അവർ പറയുക അവിടെയെങ്ങും ആൾ നിൽക്കാൻ പറ്റണില്ല. അവരെന്താ ഒരത്ഭുതം അതുങ്ങൾ ചെയ്യുന്നില്ല. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? ഇത്രയേ ഉള്ളൂ. ഇത് ദാസേട്ടൻ നല്ല മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ആളുകൾ കേൾക്കുമ്പോൾ ചില മാറ്റങ്ങൾ ആളുകൾക്ക് കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഫലം കഴിക്കുമ്പോൾ ഒരു സന്ദേശം. പണ്ട് കൃഷ്ണ എന്ന് പറയുമ്പോൾ സന്ദേശം കിട്ടുന്നില്ലായിരുന്നു. ഇപ്പോൾ ഒരു കണക്റ്റ് ഉണ്ട്. വീട്ടിലിരിക്കാൻ പറ്റണില്ല, വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല. നിന്നാണെങ്കിലും തള്ളു പിടിച്ചിട്ടാണെങ്കിലും നാമസങ്കീർത്തനം കേട്ടുകളയാം എന്നാര് പറയുന്നു? യുവാക്കൾ. ഭാരതം എന്നും അങ്ങനെയാണ് കേട്ടോ, അത്ഭുതങ്ങളുടെ നാടാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലൊന്നുമല്ല ഇവിടെ കാര്യങ്ങൾ സംഭവിക്കുക. അപ്പോൾ ഇവിടെ ചോദ്യം അതാണ്, ധർമ്മം, ഭഗവാനിൽ അർപ്പിതമായി കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വേദാന്തം കൃത്യമായി പറയുന്നു, ധർമ്മം എന്നുള്ളത് ഒരു നിയമവ്യവസ്ഥയൊന്നുമല്ല, അത് വെറും സ്വഭാവം മാത്രമാണ്. എത്ര ലളിതമായി നമ്മുടെ വേദോപനിഷത്തുകൾ അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. വെറും സ്വഭാവം എന്നുള്ളത്. അതുകൊണ്ട് പരമമായ ധർമ്മം എന്നുള്ളത് ഭക്തിയാണ്, ഭഗവാനിൽ അർപ്പിച്ചിട്ട് എല്ലാം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ആശ്രിതത്വമൊന്നുമല്ല. ഇവിടെ വന്നിട്ട് ഭഗവാനെ എനിക്ക് കൊച്ചിന് പരീക്ഷയാണ്, കണക്കിന് മാർക്ക് കൂടുതൽ കിട്ടണേ, 10ാം ക്ലാസ്സിലാണ്, A+ കിട്ടണം, ജോലി കിട്ടണം, പൊരുത്തം നോക്കിയിട്ട് കിട്ടുന്നില്ല, ആകെ കുഴപ്പമാണ്. ഇതെല്ലാം തീർക്കാനായിട്ട് ഇവിടെ അകത്തൊരാൾ ഇരിപ്പുണ്ട് എന്നാണ്. അതല്ല കേട്ടോ, ഒരു ഇമോഷണൽ ഒരു ഡിപ്പെൻഡൻസി അല്ല, ഒരു വൈകാരികമായ ആശ്രിതത്വമല്ല ഭക്തി. അറിയണം. അല്ലെങ്കിൽ ഭയം മൂലമുള്ള ഒരു സമർപ്പണമല്ല, പേടിച്ചിട്ട് അയ്യോ, അതുമല്ല. അത് വളരെ വ്യക്തവും ആത്മസമർപ്പണവും ചേരുന്നതാ.
വളരെ വ്യക്തമായ ക്ലാരിറ്റിയാണ് ഭക്തി എന്നുള്ളത്. അല്ലാതെ അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടുന്നത് ശാന്തതയും കരുണയും വിനയവുമാണ്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്ക് ചുറ്റുമുണ്ടെന്നേ, ധാരാളം ആളുകളുണ്ട്. ഇതെല്ലാം നമുക്ക് പകർന്നു തരുന്നതെന്തോ അതാണ് ഭക്തി, അത് മാത്രമാണ് ഭക്തി. അപ്പോൾ അതാണ് ധർമ്മം, ഭഗവാനെ മനസ്സിൽ ഉറപ്പിക്കലാണ് എന്ന് പറയുന്നുണ്ടല്ലോ. യാതൊന്നു കാൺവതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണ അർച്ചന. ഇതിനപ്പുറത്ത് എന്താ ഒരു സുഹൃതം? ഈ നാടിൻ്റെ പുണ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ജനിക്കാൻ പറ്റുക, പൂന്താനം പറഞ്ഞില്ലേ, ഒരു പുല്ലായിട്ടെങ്കിലും ഇവിടെ ഒന്ന് ജനിച്ച് കിട്ടിയാൽ മതി. ഇവിടെ നിന്ന് വെളിയിൽ പോകുമ്പോഴാണ് ഈ നാടിൻ്റെ ഈ വേദത്തിൻ്റെ സുഗന്ധം എന്താണെന്ന് നാം അറിയുന്നത്. ഈ പുണ്യഭൂമി, ഇത് ഈ ഭൂമി മുഴുവൻ പുണ്യമല്ലേ? ഒരു സ്ഥലം മാത്രമാണോ? മറ്റുള്ള ആളുകളോട് ചോദിച്ചാൽ ഏതാണ് നിൻ്റെ പുണ്യസ്ഥലം എന്ന് ചോദിച്ചാൽ അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു ഇടമേ ഉള്ളൂ. ഇത് എവിടെ ചെന്നാലും പുണ്യ സ്ഥലങ്ങളാണ്, സങ്കേതങ്ങളാണ് എന്നാണ്. ഒരു ലൈബ്രറിയുമായിട്ടാണ് നടക്കുക. ആലോചിച്ച് നോക്കൂ, ഒരു ലൈബ്രറിയാണ് സനാതനധർമ്മത്തിനുള്ളത്. രണ്ടാമത്തെ ചോദ്യം. അപ്പം അതുകൊണ്ട് പൂന്താനം പറഞ്ഞതിൽ ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുക. ഭക്തി കൈക്കൊണ്ട് മത്തനെ പോലെ നൃത്തം കുതിക്കണമെന്ന്. അപ്പോൾ തീരും, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നുള്ളതാണ്. എല്ലാം ഭഗവാനിലേക്ക് ചേർക്കുക എന്നുള്ളത്. അപ്പോൾ അഭയമുണ്ടാവും. അതാണ് പരമമായ ധർമ്മം. രണ്ടാമത്തത്, ധർമ്മത്തിൻ്റെ ഫലം എന്താണ്? ധർമ്മം അനുഷ്ഠിച്ചതുകൊണ്ട് എന്താണ് ഫലം? ഞാൻ ഈ കണ്ട കാലം മുഴുവൻ വഴിപാടുകൾ മുഴുവൻ നടത്തി, ഇനി ക്ഷേത്രം ഒന്നും സന്ദർശിക്കാനില്ല. ഈ അടുത്ത ദിവസവും നാലമ്പലം പോയി എൻ്റെ ഭഗവാനെ ചെയ്യാവുന്നത് മുഴുവൻ ചെയ്തു, ഒരു പ്രയോജനവും ഇല്ല. അമ്പലത്തിൽ പോകാത്തവന് വെച്ചടി എന്താ കയറ്റം എന്നുള്ള. എന്നാൽ പിന്നെ ഞാനും ഇതങ്ങ് നിർത്തിയിട്ട് ആ പുറകെ കൂടിയേക്കാം എന്നുള്ളതാണ്. നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ് അധപ്പതിക്കുന്നത് എന്നുള്ളതാണ് അറിയണ്ടേ. അമ്പലത്തിൽ പോയത് കൊണ്ട് മാത്രമായിട്ടില്ല. അതിൻ്റെ ഫലം എന്താണ്? ധർമ്മത്തിൻ്റെ യഥാർത്ഥ ഫലം എന്നുള്ളത് ഭഗവാനെ അനുസ്മരിക്കുകയും ആത്മശുദ്ധിയുമാണ്. ഹരി എന്ന യോഗിയാണ് അതിന് മറുപടി പറഞ്ഞത്. അത് ഭഗവത് സ്മരണയും ആത്മശുദ്ധിയുമാണ്. ആത്മശുദ്ധി, ചിത്തശുദ്ധി, അതാണ് ധർമ്മത്തിൻ്റെ ഫലം എന്നുള്ളത്. നാം ധർമ്മം അനുഷ്ഠിക്കാൻ തയ്യാറായാൽ മനസ്സ് ശുദ്ധമാവും, ഹൃദയശുദ്ധി ഉണ്ടാവും എന്നുള്ളത്. അതിനപ്പുറത്ത് മറ്റൊന്നും ആവശ്യമില്ല എന്നാണ്. അപ്പോൾ എന്താണ് ഹൃദയശുദ്ധി കൊണ്ടുള്ള ഗുണം? എന്താണ്? അശുദ്ധമായിട്ടുള്ള ചിത്തത്തിൽ ജ്ഞാനമുണ്ടാവില്ല. അതാ പ്രശ്നം. അറിവ് എന്നുള്ളത് നാം ഇന്ന് കാണുന്ന കുറേ വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കലല്ല. എൻസൈക്ലോപീഡിയ, എന്ത് ചോദിച്ചാലും മറുപടി ഉണ്ട് എന്നാ. അങ്ങനെ ധാരാളം ആളുകളുണ്ട്. മനുഷ്യൻ സാങ്കേതികമായി വളരെ ഉയർന്ന ഒരു തലത്തിലാണിപ്പോൾ, അല്ലേ? രാക്ഷസ ബുദ്ധിക്കാരാണ്. ബുദ്ധിരാക്ഷസന്മാരൊക്കെ മാറിയിപ്പോൾ രാക്ഷസ ബുദ്ധികളാണ്. പക്ഷേ ധാർമ്മികമായി അവൻ്റെ സ്വഭാവ ഒരു സന്തുലനം നോക്കിയാൽ വല്ലാത്ത പരാധീനതയില്ല. എല്ലാമുണ്ട്. വീട്ടിൽ 18 റോൾസ് റോയ്സ്, 9 വിമാനം, ലോകം മുഴുവൻ ഫ്ലാറ്റും കെട്ടിടങ്ങളും കൊട്ടാര സമുച്ചയങ്ങളും. പക്ഷേ ഒരു നേരം മനസ്സിന് ഒരു സംഘർഷമുണ്ടായി, തീർന്നു. എന്താ അറിവ്? ഈ നേടിയ അറിവൊക്കെ എന്തിനുപകാരപ്പെട്ടു? അവിടെയാണ് ചിത്തശുദ്ധി എന്നുള്ളത്. ചിത്തശുദ്ധിയിൽ മാത്രമേ ജ്ഞാനമുണ്ടാവൂ എന്നുള്ളത്. ജ്ഞാനം എന്നുള്ളത് അപ്പോൾ എന്തായി മാറും? ധർമ്മത്തിലേക്ക്, ഭക്തിയിലേക്കുള്ള ഒരു മുന്നൊരുക്കമായി മാറും. അതുകൊണ്ടാണ് ഭാഗവതം ജ്ഞാനത്തെയും ഭക്തിയെയും ഒരുമിച്ച് ചേർക്കാൻ തയ്യാറായത്. നോക്കൂ, നമുക്ക് പല രീതിയിൽ മോക്ഷം എന്നുള്ളതുണ്ട്. കർമ്മയോഗം ഇല്ലേ, ജ്ഞാനയോഗം, ഭക്തിയോഗം. പക്ഷേ ഇതിലെല്ലാം അവസാനിക്കുന്നത് ഭക്തിയിലാണ്. അപ്പം അതുകൊണ്ടാണ് ഭാഗവതം പറഞ്ഞത്, ഹരി യോഗി പറഞ്ഞത്, ഇത് ചിത്തശുദ്ധിയിലൂടെ മാത്രമേ ജ്ഞാനം ലഭിക്കൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ജ്ഞാനം എന്നുള്ളത് നേടുന്നതിന് മുൻപുള്ള ഒരു തയ്യാറെടുപ്പായി ധർമ്മത്തെ ഹരി നവയോഗിയിൽ ഒരാൾ പറഞ്ഞിട്ടുള്ളത് എന്ന്. മൂന്നാമത്തെ ചോദ്യം, ഭക്തലക്ഷണം എന്താണ്? യഥാർത്ഥ ഭക്തി എന്താണ്? അതിൻ്റെ ലക്ഷണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് അന്തരീക്ഷൻ പറയുന്നു, ഭക്തി പരേഷാനുഭവ വിരക്തിരന്യത്രജ. ഇത്ര അർത്ഥവത്തായിട്ടുള്ള ഒരു ശ്ലോകമാണ് എന്ന് നാം അറിയണം. ഭഗവാനെ അനുഭവിക്കാൻ പറ്റും. യഥാർത്ഥ ഭക്തന് ഭഗവാനെ അനുഭവിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചുറ്റുമുള്ള ആസുര ശക്തികളിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഭൗതിക വാസനകളിൽ നിന്ന് ഒരു വിരക്തി നേടാൻ പറ്റുമെന്നുള്ളത്. മനഃപൂർവമായിട്ടുള്ള ത്യാഗമല്ല,
ഈശാവാസ ഉപനിഷത്ത് തുടങ്ങുന്നിടത്ത് പറയുന്നുണ്ട്, ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ച ജഗത്യേനം ജഗത്യേന തെക്തേന ഭുംജീത പറയുന്നുണ്ട്. ത്യജിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുക എന്ന, അങ്ങനെ ത്യജിച്ചവരാണ് നമ്മുടെ ഋഷി പുങ്കവന്മാരെല്ലാം. കൊടുക്കുമ്പോൾ സന്തോഷമുണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അതാണ് വിരക്തി എന്നുള്ളത്, അതാണ് ഭക്തൻ്റെ ലക്ഷണം, അതാണ് എന്ന അഹങ്കാരത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഭഗവാനെ അനുഭവിക്കാൻ പറ്റുക. അങ്ങനെ അനുഭവിച്ച എത്ര ആളുകളാണ്. ഞാൻ നാരായണീയം എഴുതിയ സമയത്ത് മേൽപ്പത്തൂർ പറഞ്ഞത് ഞാൻ അനുഭവം. 100ാമത്തെ ശ്ലോകം എഴുതിയത് ഭഗവാനാണെന്നാണ്. അദ്ദേഹം പറഞ്ഞു എനിക്ക് പറ്റിയില്ലെന്നാണ്. അദ്ദേഹത്തിന് പറ്റിയില്ല. ഞാൻ മടക്കി വെച്ചിട്ട് കണ്ണു മടച്ചിരുന്നു, കണ്ണു തുറന്ന് നോക്കിയപ്പോൾ പൂർത്തിയാക്കി വെച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, തുടക്കം പറഞ്ഞത് അങ്ങനെയാണ്. എന്താ പറഞ്ഞത്? സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഭഗവാൻ ദ്വാരകയിൽ ആരാധിച്ചു വച്ചിരുന്ന വിഗ്രഹം ഇങ്ങോട്ട് വന്ന്, ഈ ഗുരുവായൂർ വന്ന് നമുക്ക് ആരാധിക്കാൻ പറ്റിയിട്ടുള്ളത് നമ്മുടെ ഭാഗ്യമാണ് എന്നാ. നോക്കൂ, അതാണ് ഭക്തൻ്റെ പരമമായിട്ടുള്ള ലക്ഷണം എന്നുള്ളത്. ശങ്കരാചാര്യസ്വാമികൾ എന്താണ് എന്നത് പറയുന്നുണ്ട്. നാഹം ദേഹോ നമേ ബുദ്ധി എന്ന്, അത്രയേ ഉള്ളൂ. ഈ അഹം എന്നുള്ളതുണ്ടല്ലോ, അതിൽ ലയിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്താണോ അതാണ് ഭക്തി. 4ാമത്തെ ചോദ്യം, ഭക്തൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. പ്രബുദ്ധനാണ് ഉത്തരം പറയുക. പ്രബുദ്ധൻ, കുട്ടികൾക്ക് പേരിടുമ്പോൾ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പ്രബുദ്ധൻ ഉത്തരം പറയുന്നു. എന്താ ഉത്തരം? ഭഗവത്ഗീത അതിന് പറയുന്നത് ഒറ്റ പേരാണ്, സ്ഥിതപ്രജ്ഞൻ. ഭക്തൻ്റെ സ്വഭാവം സ്ഥിതപ്രജ്ഞനായിരിക്കും. എന്താ സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ? എ പേഴ്സൺ വിത്ത് ആൻ ഇക്വാനിമസ് മൈൻഡ്. സുഖങ്ങളിലും ദുഃഖങ്ങളിലും ഒരു സമതാഭാവം ഉണ്ടാവുക. നിമി നവയോഗി സംവാദം വായിച്ചു മനസ്സിലാക്കുമ്പോൾ നമ്മുടെ സ്വഭാവമെന്ന് ഞാൻ പറഞ്ഞു, ധർമ്മം, സ്വഭാവത്തിൽ വരുത്തേണ്ട പരിവർത്തനമാണ്. സുഖമുണ്ടാവട്ടെ ദുഃഖമുണ്ടാവട്ടെ, അതിനോട് ഒരു സമഭാവത്തിൽ നിൽക്കാൻ പറ്റുക. അതാണ് യഥാർത്ഥത്തിലുള്ള ഭക്തൻ്റെ സ്വഭാവം. അഹങ്കാരമില്ലാണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, നമ്മളല്ല. നാളെ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയൂ. നാളെ ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലാതെ മനുഷ്യൻ ധാരാളം പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് ഒരു അശരീരി യുധിഷ്ഠിരനോട് പറഞ്ഞു. അല്ലേ? ഏതാണ്? കുറേ ചോദ്യങ്ങൾ ചോദിക്കും യക്ഷൻ. അവസാനത്തെ ചോദ്യം അതായിരുന്നു, എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം? ഇപ്പോൾ യുധിഷ്ഠിരൻ കുറച്ചൊക്കെ ആലോചിച്ചിട്ട് പറഞ്ഞു, തനിക്ക് ചുറ്റുമുള്ള പരശതം ആളുകളും മരിച്ചു വീഴുമ്പോഴും തനിക്കിത് ബാധകമല്ല എന്ന നിലയിൽ മനുഷ്യൻ പുതിയ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതാണ് എൻ്റെ ദൈവമേ എനിക്ക് ചിന്തിച്ചിട്ട് അത്ഭുതമാണെന്ന്. നമ്മുടെ ധാരണ എന്താണ്? നമ്മൾ ചിരഞ്ജീവിയാണ് എന്ന്. 100 ഏതായാലും ഉണ്ട്, ഇനി ഇച്ചിരി വേണേൽ കുറയ്ക്കാം, 95 ഏതായാലും ഉണ്ട്, അപ്പുറത്തുള്ളവൻ 30 മരിച്ചു, നമുക്കത് വിഷയമല്ല എന്നുള്ളത്. അത് നോക്കൂ, ഇങ്ങനെയുള്ള ക്ഷണികമായിട്ടുള്ള ഒരു ജീവിതവുമായി നിൽക്കുന്ന നമ്മളോടാണ് പ്രബുദ്ധൻ പറയുന്നത്, അഹങ്കാരം ഒഴിവാക്കണം. അത്രയേ ഉള്ളൂ. ജീവൻ എന്നുള്ളത് അത്രയേ ഉള്ളൂ, ക്ഷണികമായിട്ടുള്ളതാണ് എന്ന്. നമുക്കെന്താ ഉണ്ടാവേണ്ടത്? കരുണയുണ്ടാവണം, വിനയമുണ്ടാവണം. അറിവുള്ളപ്പോൾ വിനയമുണ്ടാവും. എങ്ങനെ നമുക്ക് അങ്ങനെയുള്ളവരെ കാണാൻ പറ്റും? മള്ളിയൂർ വന്നാൽ മതി. 2 ആളുകളെ കാണാം. ഒന്ന് മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി, മറ്റൊന്ന് മള്ളിയൂർ ദിവാകരൻ നമ്പൂതിരി. ഞാൻ ധാരാളം ക്ഷേത്രങ്ങളിൽ പ്രഭാഷണത്തിന് പോകുന്നതാ, നിങ്ങളും പോയിട്ടുണ്ടാവും. ഇവർ നമ്മളോട് കാണിക്കുന്ന ഒരു സമീപനം എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? എത്ര വിനയത്തോടു കൂടിയാണ്, എത്ര സ്നേഹത്തോടു കൂടിയാണ്. ഭഗവാന്റെ പ്രതിരൂപങ്ങൾ. എന്താ കാരണം? അവർ വളർന്നു വന്ന സംസ്കാരം അങ്ങനെയുള്ളതാണ്. ഋഷി പുങ്കവനാണ് അവരെ പരിശീലിപ്പിച്ചത്. സംസ്കാരം എന്താണെന്ന് അവരെ പഠിപ്പിച്ചത് ഭാഗവതത്തിലൂടെയാണ്. അതാണ് സ്വഭാവം എന്നുള്ളത്, ധർമ്മം എന്നുള്ളത്.
അപ്പോൾ ഭക്തൻ്റെ ലക്ഷണം അതാണ് എന്നാ. 5-ാമത്തെ ചോദ്യം, മോക്ഷത്തിന് ജ്ഞാനം മാത്രം മതിയോ എന്ന. അറിവുണ്ടെങ്കിൽ പോരെ, എല്ലാം ആയില്ലേ? നമ്മളങ്ങനെയല്ലേ പറയും. A+ കിട്ടിയാൽ മതി. A+ കിട്ടിയില്ല കൊച്ചിനെ UKG-യിൽ, അമ്മ ആത്മഹത്യ ചെയ്തു. എന്താ കാര്യം? കുടുംബത്തിൻ്റെ മാനം പോയെന്ന് പറഞ്ഞു. ഇനി എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്തു നോക്കുമെന്ന്. ഞാനിവിടെ ഇരിക്കുന്ന മുതിർന്ന ആളുകളോട് ചോദിക്കുക, ഞാനടക്കം, ഞാനും റിട്ടയർ ചെയ്ത ആളാണ്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ആരെങ്കിലും നമ്മളോട് മാർഗ്ഗം ചോദിച്ചിട്ടുണ്ടോ? അന്ന് മാർഗ്ഗമൊന്നും ഒരു വിഷയമേ അല്ല. കാരണം പട്ടിണിയാണ് പ്രധാനം, കൂട്ടുകുടുംബമാണ്, എന്തൊക്കെ വേറെ മുൻഗണനയ്ക്കിരിക്കുന്നു. നമ്മളൊക്കെ എവിടെ പഠിച്ചു, എവിടെ പഠിച്ചാലാണ് ഇനി നമ്മുടെ ജീവിതം ഏറ്റവും ഭദ്രമാവുക? ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ട്? UKG LKG ഒക്കെ ഉണ്ടോ? ഒരു ആശാൻ കളരിയിലാണ് ഞാൻ പോയിട്ട് പഠിച്ചത്. എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയമാണ്. കാരണം ആശാൻ്റെ ശബ്ദവും രൂപവും നാരായവും. പക്ഷേ നിലത്തെഴുതി പഠിച്ചത് കൊണ്ട്, ജീവനുള്ള മണലിൽ ജീവനുള്ള കൈവച്ച് എഴുതിയത് കൊണ്ട് എൻ്റെ മലയാളത്തിന് ഇപ്പോഴും ഒരു കുഴപ്പമില്ല. നമ്മൾ ചത്ത പേപ്പറിൽ പെൻസിൽ കൊണ്ട് എഴുതി അക്ഷരം പഠിപ്പിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മലയാളം മറന്നുപോകും. അതുകൊണ്ട് കുട്ടികൾക്ക് മലയാളം അറിയാൻ മേലെങ്കിൽ വീട്ടിൽ മണൽ കൊണ്ടൊരു ചെറിയ തിട്ടയുണ്ടാക്കി എല്ലാ ദിവസവും കുട്ടികളെ അക്ഷരം അതിലൊന്ന് എഴുതി പഠിപ്പിച്ചു നോക്കൂ, കൊച്ചു മാറും. ആ അക്ഷരം ഹൃദയത്തിൽ ഉറയ്ക്കും. പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട് ധാരാളം ഇടങ്ങളിൽ, കേട്ടോ, ഇഷ്ടം പോലെ. അതുകൊണ്ടാണ് നമുക്ക് അറിവിനൊരു ദിവസം ഉണ്ടാക്കിയിട്ട് അക്ഷരം എഴുതുന്നതിന് ഒരു ദിവസമുള്ള സംസ്കൃതി. ലോകത്തെവിടെയെങ്കിലും കേൾവിയുണ്ടോ? വിജയദശമി. അറിവിന് തുടക്കം ഒരു ദിവസം. എല്ലാത്തിനും ഉണ്ട് കേട്ടോ. ഷോഡശ സംസ്കാരങ്ങൾ മുഴുവൻ എടുത്തു വെച്ചിട്ട് ചർച്ച ചെയ്യണം. അതിൽ പ്രധാനപ്പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നാമകരണം. അതുപോലെ തന്നെയാണ് എഴുത്തിനിരുത്ത്. ഒരു ദിവസം കണ്ടെത്തിയിട്ട് എഴുതുകയാണ്. പക്ഷേ അവിടെയും നമുക്ക് പ്രതിസന്ധി ഉണ്ടായി. എന്താ? ലോകത്തുള്ള മുഴുവൻ കച്ചവടക്കാരും എഴുത്തിനിരുത്താൻ തുടങ്ങി. എന്താ പറയുക? നമുക്ക് ഒന്നും പറയാൻ മേല. അമ്പലത്തിൻ്റെ മുമ്പിൽ ഒരു കൊടിമരം നമ്മൾ ഉണ്ടാക്കി വെച്ചു. ലോകത്ത് മുഴുവൻ കൊടിമരം, വഴി നീളക്കൊടിമരം. ആലോചിച്ചു. നമ്മളൊരു വിളക്ക് കത്തിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ വിളക്കിൻ്റെയൊക്കെ മുകളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ദൈവമേ, ആന എഴുന്നള്ളത്ത്, ആറാട്ട്, അങ്ങനെ ഓരോന്നും. അവസാനം ഇപ്പം നമ്മളിത് അവരിൽ നിന്ന് കടം മേടിച്ചതാണോ എന്ന് സംശയമായി. പ്രതിസന്ധി. പുതിയ തലമുറയ്ക്ക് അറിയില്ലല്ലോ. ആഹാ ശരിയാ കേട്ടോ എന്ന് പറയുകയും ചെയ്യും. അറിയില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അറിവ് മാത്രം മതിയോ? പിപ്പലായനൻ എന്ന ആൾ പറയുന്നു, അറിവ് കൊണ്ട് മോക്ഷം ഉണ്ടാവില്ല, അപൂർണമാണ്. ജ്ഞാനത്തിൻ്റെ കൂടെ ഭക്തി കൂടെ ചേരുമ്പോഴേ പൂർണ്ണമാവൂ എന്നാണ്. ഭക്തി എന്നുള്ളത് അറിവിനെ ശുദ്ധീകരിക്കുന്നതാണ്. ഇപ്പോൾ നാം നേടിയിട്ടുള്ള അറിവ് നമുക്ക് എന്താണ് പ്രദാനം ചെയ്യുന്നത് അറിയണം. നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ് കൊണ്ട് നാം ഏത് സ്വഭാവത്തിലേക്കാണ് രൂപപ്പെട്ടിട്ടുള്ളത്, നമ്മുടെ സംസ്കാരം എന്താണ്, നമ്മുടെ ധർമ്മം എന്താണ്. PhD 2 എണ്ണമാ, പക്ഷേ ഒരു പ്രയോജനവുമില്ല. എല്ലാത്തിൻ്റെയും അവസാന വാക്ക ഔട്ട്പുട്ടില്ല. ഒന്നും ആർക്കും പറഞ്ഞു കൊടുക്കാൻ അറിയാൻ മേല, പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുകയില്ല. എന്തിനറിവ്? ഇപ്പോൾ അറിവ് എന്നുള്ളത് എന്ത് നമ്മളിൽ പരിവർത്തനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നോക്കുമ്പോഴാണ് അറിവ് ശുദ്ധീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇൻഫർമേഷൻ അറിവല്ല, നോളജ് വിസ്ഡം അല്ല, അറിയണം. ജ്ഞാന പരമ്പരയുടെ സന്യാസി പരമ്പരയിൽ നിന്നാണ് നാം അതൊക്കെ മനസ്സിലാവേണ്ടത്. അറിവുള്ളവൻ, അങ്ങനെയുള്ള ആളിനെയാണ് കാലിൽ വീണ് നമസ്കരിക്കണമെന്ന് പൂന്താനം പറഞ്ഞത്. ചക്രവർത്തിമാർ അങ്ങനെയുള്ളവരെ നമിക്കുകയാണ്. അവിടെയാണ് വിതുരരൊക്കെ ഇങ്ങനെ വളരെ ഉന്നതമായ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത്. അറിവുള്ളവൻ എന്ന തലത്തിലാണ്. അപ്പോൾ ഭക്തി ഉണ്ടാവണം അറിവിന് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അറിവുണ്ടായിട്ട് കാര്യമില്ല. ഇന്ന് നോക്കൂ, ഇന്ന് നമുക്ക് ചുറ്റുമുള്ള മുഴുവൻ ആളുകളും ഉന്നത ബിരുദധാരികളാണ്. എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാ. ഒരു 50 കൊല്ലം മുമ്പുള്ള ഒരു കാലഘട്ടമല്ല. പഠിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് അവകാശത്തോടുകൂടി വിദ്യാലയങ്ങളിൽ ചേർന്ന അറിവ് നേടി 1 കിലോമീറ്ററിൽ കോളേജുകളായിപ്പോൾ. പക്ഷേ ആ അറിവ് കൊണ്ട് നമുക്ക് സമൂഹത്തിന്, വ്യക്തിക്ക്, കുടുംബത്തിന്, രാഷ്ട്രത്തിന്, ധർമ്മത്തിന് എന്ത് പ്രയോജനം? ചിന്തിക്കണം. നിമി നവയോഗി സംവാദം കേൾക്കുന്ന ആളുകൾ, വായിക്കുന്ന ആളുകൾ അറിവിനെ എങ്ങനെ ശുദ്ധീകരിക്കണം എന്നുള്ളത് നോക്കുമ്പോഴാണ്
ഭക്തി ചേരേണ്ടതുണ്ട് എന്നതാണ്. ഇനി ആറാമത്തെ ചോദ്യം സന്യാസം എന്താണ് എന്നാ. നോക്കൂ, രാജാവ് സന്യാസത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ 95 വയസ്സായാൽ വീൽ ചെയറിലാണെങ്കിലും ഈ കസേരയിൽ നിന്ന് ഞാൻ മാറില്ല. ഇനി ഞാൻ മാറണമെങ്കിൽ എൻ്റെ മകൻ, എൻ്റെ മകൾ, രാഷ്ട്രീയത്തിൽ മാത്രമല്ല എല്ലായിടത്തും മാറില്ല. മാറിയ കുഴപ്പമുണ്ടാവുന്ന വേറെ ആരിയ്ക്കണു ഇനിയെന്നാ അങ്ങനെ ധരിച്ചു വച്ചിട്ടുള്ളത്. അപ്പോഴാണ് ചക്രവർത്തി നവയോഗിയോട് ചോദിക്കുകയാണ്, എന്താണ് സന്യാസം, എന്താ കാര്യം? അദ്ദേഹത്തിന് മനസ്സിലായി, പോവാറായി. ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഈ താക്കോലൊക്കെ കൊടുത്തിട്ട് മാറേണ്ടതുണ്ട് എന്ന് ബോധ്യമുള്ളവരായിരുന്നു നമ്മുടെ പൂർവികർ. അതുകൊണ്ടാണ് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം കടന്നു പോവേണ്ടതുണ്ട് എന്ന കൃത്യമായി ആ ഒരു സംവിധാനത്തിലൂടെ കടന്നു പോയവരായിരുന്നു നമ്മുടെ പൂർവികർ. ഇന്നത്തെ പ്രതിസന്ധി അതാ, പോവില്ല, ഓർമ്മയില്ല, പിച്ചുമ്പേയും പറയും, കാഴ്ചയില്ല, 3 പേര് താങ്ങിപ്പിടിച്ചാൽ നടക്കുക, പക്ഷേ കസരന്ന് മാറില്ല. അവരിൽ നിന്ന് വരുന്നത് എന്തായിരിക്കും ഊഹിക്കാൻ മേൽ. ഈ നാട്ടിൽ എങ്ങനെ സംഘർഷം ഉണ്ടാവാതിരിക്കും ആലോചിച്ച് നോക്കൂ. മാറില്ല എന്നത്. അപ്പോൾ ഇവിടെ സന്യാസം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ എനിക്കായി എന്ന ഭാവം ഉപേക്ഷിക്കലാണ് എന്ന്. എല്ലാം എനിക്കായി എന്ന ഞാൻ നേരത്തെ പറഞ്ഞ അധികാരം എനിക്ക്, സമ്പത്ത് എനിക്ക്, പദവി എനിക്ക്, പരിവാരങ്ങൾ എനിക്ക്, സൗജന്യങ്ങൾ എനിക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് കൂടി കേട്ടോ, അത് അണ്ടർസ്റ്റുഡാണ്, വേറെ ആർക്കും ഇല്ല. അത് ത്യജിക്കലാണ് സന്യാസം. കാവി എന്നല്ല പറഞ്ഞത് കേട്ടോ, വനം എന്നല്ല പറഞ്ഞത് സന്യാസം. പറഞ്ഞത് ആവിർഹോത്രനാണ്. അവിടെയാണ് ഭാരതത്തിൻ്റെ സന്യാസി പരമ്പരകൾ. തിരുനാവായിൽ ചെന്നാൽ കാണാം, നമ്മുടെ സന്യാസിമാർ ഹിമാലയത്തിലെ ഗുഹകളിൽ തപസ്സു ചെയ്ത് സമയം കളഞ്ഞവരായിരുന്നില്ല. ഭാരതത്തിൻ്റെ ഓരോ കോണിലും സഞ്ചരിച്ച് സാമൂഹിക ജീവിതക്രമത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന അധർമ്മത്തെ കൃത്യമായി മനസ്സിലാക്കി അതൊഴിവാക്കുന്നതിനുള്ള സക്രിയമായ കൃത്യമായ നിലപാടുകൾ എടുത്തവരായിരുന്നു ഭാരതത്തിൻ്റെ സന്യാസി പരമ്പര. അതിലെ കഴിഞ്ഞ തലമുറയിലെ കണ്ണിയായിരുന്നു മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി. സക്രിയമായി ഇടപെടുക. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞിട്ട് പോയത് ഇത് ഭ്രാന്താലയമാണ്. ഷൊർണൂർ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന് വിശന്നിട്ടുമല്ല. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ഒരു യാത്രക്കാരനോട് ഞാൻ കാപ്പ് കുടിച്ചില്ല, 10 രൂപയുണ്ടെങ്കിൽ കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭിക്ഷ ചോദിക്കുന്നതിൽ അപമാനം തോന്നേണ്ടതില്ല എന്നാ കൃഷ്ണൻ പറഞ്ഞു വിടുന്നുണ്ടല്ലോ. ഭാഗവതത്തിൽ വേറൊരു ഭാഗത്തുണ്ട്, കൃഷ്ണൻ പറഞ്ഞു വിടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ കൂട്ടുകാരെ പോയിട്ട് ഭിക്ഷ ചോദിക്കാൻ, ഭിക്ഷ ചോദിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കും, എനിക്ക് വിശന്നിട്ടും മേല, 10 രൂപ എടുത്ത് കൊടുക്കും. സ്വാമി വെളിയിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് ഈ പൈസ തന്ന ആളിൻ്റെ കയ്യിൽ ബാക്കി പൈസ കൊടുക്കും. ദൈവമേ, അദ്ദേഹത്തിന് കുറച്ചു നേരത്തേക്ക് ഒന്നും മനസ്സിലാവില്ല. ഭാരതത്തിൻ്റെ സന്യാസി പരമ്പര ആരാണെന്ന് അറിയണ്ടേ, തിരിച്ചു കൊടുക്കും. അപ്പോൾ ഇദ്ദേഹം പറയും, അല്ല ഞാനത് 10 അങ്ങേക്ക് തന്നതായിരുന്നു, അങ്ങനെ തിരിച്ചു തരേണ്ടതില്ല. അപ്പോൾ സ്വാമിയുടെ മറുപടി, എൻ്റെ വിശപ്പ് തീർന്നു, ഞാനിത് കയ്യിൽ വെക്കേണ്ട ആളല്ല, ആവശ്യം വരുമ്പോൾ ഞാനിനി മറ്റൊരാളോട് ചോദിച്ചോളാം. അതുകൊണ്ടാണ് ലോക മതമഹാസമ്മേളനത്തിൽ പോയിട്ട് അദ്ദേഹത്തിന് 7 വാചകത്തിൽ ഈ നാടെന്താണ്, ഈ സംസ്കൃതി എന്താണ്, ഈ ധർമ്മം എന്താണ് എന്ന് പറയാൻ പറ്റിയത്. അത്ഭുതപ്പെട്ടു പോയി, ലോകം അത്ഭുതപ്പെട്ടു പോയി എന്നാണ്. ഭാരതത്തെ തിളയ്ക്കുന്ന യൗവനത്തിൽ നിലനിർത്തിയിട്ട് പോയ സന്യാസി. നമ്മുടെ യുവാക്കളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ഈ വിഗ്രഹത്തെ നെഞ്ചിൽ സൂക്ഷിച്ചാൽ മതി, സകല പ്രശ്നവും പരിഹരിക്കും. അപ്പോൾ സന്യാസം എന്താണ് എന്നാ, ഫലാസക്തി ഉപേക്ഷിച്ചുള്ള കർമ്മമെന്ന് ഗീത പറയും. കർമ്മണ്യവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന അല്ലേ പറയും. കർമ്മം ചെയ്യുക, ഫലം വന്നോളൂ. യു ഡു യുവർ ഡ്യൂട്ടി, ദ റിസൾട്ട് വിൽ കം ഓട്ടോമാറ്റിക്കലി എന്നാണ്. പരീക്ഷയ്ക്ക് പിള്ളേർ ആശങ്കപ്പെട്ട് റിസൾട്ട് വരുന്നതിന് മുൻപ് പ്രഷർ കൂട്ടുകയാണ്. ചെയ്യേണ്ടത് കൃത്യസമയത്ത് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഫലത്തെക്കുറിച്ച് ഒരാശങ്ക ആവശ്യമില്ല. അപ്പോൾ നാം പഠിപ്പിക്കേണ്ടത് എന്താണ്? കൃത്യമായി കർമ്മം അനുഷ്ഠിക്കാൻ പറഞ്ഞാൽ മതി, റിസൾട്ട് വന്നോളും.
അത് ചെയ്യാതെ റിസൾട്ടിനെക്കുറിച്ച് ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല. അതാണ് സന്യാസം എന്നുള്ളത്. 7ാമത്തെ ചോദ്യം, ഗൃഹസ്ഥന് മോക്ഷം കിട്ടുമോ? ഞാൻ അവസാനിപ്പിക്കുകയാണ്, എനിക്ക് 5 മിനിറ്റ് കൂടിയുള്ളൂ. ഗൃഹസ്ഥന് മോക്ഷം കിട്ടുമോ? തീർച്ചയായും കിട്ടും. എന്താ കാര്യം? ധർമ്മിഷ്ഠനായി അവൻ്റെ ആശ്രമം പാലിക്കുന്നവനാണ് ഗൃഹസ്ഥാശ്രമി. അതുകൊണ്ട് തീർച്ചയായും അവനും മോക്ഷമുണ്ടാവും. അവിശ്വാസികളുടെ ഗതി എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് ചുറ്റും അവിശ്വാസികളൊക്കെ ഉണ്ട് അല്ലേ? ഈ ധർമ്മത്തെ അപമാനിച്ചുകൊണ്ട് നമ്മുടെ ബിംബങ്ങളെ, നാം ഇങ്ങനെ ആരാധനയോടുകൂടി നെഞ്ചിലേറ്റിയിട്ടുള്ള നമ്മുടെ ബിംബങ്ങളെയൊക്കെ അപമാനിച്ചുകൊണ്ട് ധാരാളം ആളുകളുണ്ട്. നമുക്ക് ദുഃഖമുണ്ടാവും, പ്രതിഷേധമുണ്ടാവും, ആത്മരോഷമുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ചെയ്തു കളഞ്ഞാലോ എന്ന് തോന്നും അല്ലേ? തോന്നും. ഒന്നും ചെയ്യേണ്ടതില്ല. നമ്മളല്ല അതിന് മറുപടി കൊടുക്കേണ്ടവർ. കാലം മറുപടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളതിന് രോഷം കൊള്ളേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ അങ്ങനെ മറുപടി പറയുന്നു. അവിശ്വാസികൾ, അവരുടെ ഗതി എന്താണ്? ഒന്നും പേടിക്കേണ്ടതില്ല. അവരിങ്ങനെ ഇന്ദ്രിയ സുഖങ്ങളിലൊക്കെ മുഴുകി പുഴുക്കൾ ജീവിക്കുന്നത് പോലെ ജീവിച്ച് മരിച്ചോളും. വെറും നിസ്സഹായരായിട്ടുള്ളവർ. സഹതപിക്കുക, അത്രയും മാത്രം ചെയ്താൽ മതി എന്നാണ്. അവരെ നന്നാക്കാൻ പോവേണ്ടതില്ല എന്നാണ്. ഇതിനെ അപമാനിക്കുന്നവരെ നന്നാക്കാനൊന്നും പോവേണ്ടതില്ല എന്നാണ്. തിരിച്ചിവിടെ വന്നോളും. വരാതെ നിവൃത്തിയില്ല. കാരണം ഇതാണ് മൂലം, ഇതാണ് ഉണ്മ, ഇതാണ് സത്യം. അതുകൊണ്ട് ഇവിടെ എത്തിക്കോളും, പേടിക്കേണ്ടതില്ല എന്നാണ്. ദുഃഖം മാത്രം അനുഭവിച്ചു തീരാനുള്ള പാഴ് ജന്മങ്ങൾ അങ്ങനെ കരുതിയാൽ മതി എന്നുള്ളതാണ്. അവർക്ക് ആത്മസാക്ഷാത്കാരം എന്നുള്ളത് ഉണ്ടാവില്ല. എന്നാലോചിക്കൂ, ഇവിടെ വന്നിട്ട് ആ ഭഗവാന്റെ മുമ്പിൽ കണ്ണടച്ച് നിന്നിട്ട്, ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ എന്നോട് അപ്പൂട്ടൻ ശ്രീശൻ പറഞ്ഞു, ചേട്ടാ തൊഴുതോ, ഇന്ന് നല്ല സുന്ദരനല്ലേ എന്നോട് ചോദിച്ചു. ഞാൻ തൊഴുതിട്ടാണ് വന്നത്. എനിക്ക് വലിയ സന്തോഷം തോന്നി. എന്ത് കമനീയമായിട്ടാണ്. ആ മുഖത്തൊന്ന് കണ്ണടച്ചിട്ട് പ്രാർത്ഥിക്കരുത്, ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. ശ്രീകോവിലിൽ പോയി കഷ്ടപ്പെട്ടു. ഗുരുവായൂർ ഇവിടെ പിന്നെ കുഴപ്പമില്ല, എപ്പോൾ വന്നാലും ഇവിടെ നമുക്ക് ഈ ഭഗവാന്റെ സാന്നിധ്യം തൊട്ടടുത്താണ്. ഗുരുവായൂരൊക്കെ 8 മണിക്കൂർ ക്യൂ നിന്ന് അകത്ത് ചെന്ന് ഭഗവാനെ കാണാനായിട്ട് ആ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ കണ്ണടച്ചൊരൊറ്റ നിപ്പാ. കണ്ണ് തുറക്കുമ്പോൾ ശ്രീകോവിലിന് 1.5 കിലോമീറ്റർ അകലെയാണ്. എന്നിട്ട് വെളിയിൽ ഇറങ്ങി വന്നിട്ട് ഞാനൊന്നും കണ്ടില്ല. ഒരിക്കലും ചെയ്യരുത്. ശ്രീകോവിലിൻ്റെ മുമ്പിൽ വന്നിട്ട് കണ്ണ് തുറന്ന് ഭഗവാനെ കാണണം. ഇവിടെ ഗണപതി ഭഗവാൻ ഓരോ സമയത്തും ഓരോ രൂപത്തിലാണ്. ഇവിടെ വരുമ്പോൾ ചോദിക്കണം ഇവരോട്. ഇവിടെ 2 സഹോദരങ്ങളുണ്ട്, എന്തിനും തയ്യാറായി ഭക്തർക്കു വേണ്ടി നിൽക്കുന്നുണ്ട്. മറ്റൊരിടത്തും കാണില്ല. ഞാൻ വീണ്ടും അത് പറയുകയാണ്. ഈ ക്ഷേത്ര സങ്കേതത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് അവരുടെ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് കിട്ടും. അവർ പറയും എന്താണ് അകത്തിരിക്കുന്ന ആളിൻ്റെ പ്രത്യേകതകളെന്ന്. അപ്പോൾ കണ്ണ് തുറന്നിട്ട് കാണണം എന്നുള്ളതാണ്. അങ്ങനെ കണ്ണ് തുറന്ന് ആ ഭഗവാനോട് നമ്മുടെ സങ്കടമോ നമ്മുടെ ദുഃഖങ്ങളോ എന്തെങ്കിലുമൊക്കെ ആട്ടെ അതൊക്കെ പറഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നാം അനുഭവിക്കുന്ന ഒരു നിർവൃതി ഉണ്ടല്ലോ, ഇത് ഈ അവിശ്വാസിയോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? യോഗ ഇല്ല എന്നങ്ങ് സമാധാനിച്ചാൽ മതി. അനുഭവ യോഗം എന്ന് പറയില്ലേ, അതില്ല. എന്താ ചെയ്യുക? അങ്ങനെയുണ്ട്. സൃഷ്ടികളിൽ അങ്ങനെയും ചിലതുണ്ട്. പിന്നെ ചിലതിന് കാലം മാറുമ്പോൾ തിരിച്ചൊക്കെ വരാനുള്ള യോഗമുണ്ട്, ഏതെങ്കിലും അവസാന സമയത്തൊക്കെ. അത്രയേ ഉള്ളൂ. ഇനിയൊരു ചോദ്യം ഉള്ളത്, അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് 5 മിനിറ്റ് കൊണ്ട്. കാലം മാറുന്നതിനനുസരിച്ച് ഈ ഈശ്വരോപാസനയ്ക്കോ ധർമ്മത്തിനോ ഒക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന്, അതൊരു വലിയ ടോപ്പിക്കാണ്. എങ്കിലും കാലം മാറുന്നതിനനുസരിച്ച് വാക്കുകൾക്ക് അർത്ഥവ്യത്യാസം വരാറില്ലേ? ഇല്ലേ? ധാരാളം വാക്കുകൾ. ഞാനൊരു അധ്യാപകനാണ്. കുട്ടികളെയും കൊണ്ട് ടൂറിനൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചു എന്നാണ് പറയുന്നത്. അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നല്ല സന്തോഷമായി തകർത്ത് തരിപ്പണാക്കി എന്ന് പറയുമ്പോൾ അതിൻ്റെ നന്മയാണ് പറയുക. എന്താ ഒരു സുഖം അനുഭവിച്ചിട്ട് വരിക എന്നാ. യഥാർത്ഥത്തിൽ അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലാതാക്കുക, നശിപ്പിക്കുക എന്നാ അല്ലേ? അങ്ങനെയാണ്. ചട്ടമ്പി. പിള്ളേരെ വിളിച്ചിട്ട് രക്ഷകർത്താക്കൾ വരുമ്പോൾ ഞങ്ങളൊക്കെ പറയാറുണ്ട്, ഒയ്യോ എന്തൊരു ചട്ടമ്പിത്തരാണ് എന്ന് പറഞ്ഞാൽ എന്താ? അടങ്ങിയിരിക്കില്ല എന്ന്. എന്താ വാക്കിൻ്റെ അർത്ഥം? ചട്ടമ്പി എന്ന് പറഞ്ഞാൽ ചട്ടത്തെ നമ്പുന്നവൻ എന്നാണ്. നോക്കൂ, തിരുവനന്തപുരത്ത് കണ്ണമ്മൂലയിൽ ജനിച്ച ഒരു മനുഷ്യനുണ്ട്. പുതിയ സെക്രട്ടേറിയറ്റ് പണിതപ്പോൾ ചുമട്ട് തൊഴിലാളിയായി സിമൻറ്റും കല്ലും ചുമന്ന് അവധൂതനായി ഭാരതത്തിൻ്റെ കേരളത്തിൻ്റെ ഹൈന്ദവ നവോത്ഥാനത്തിന് തേര് തെളിയിച്ച ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹം ചട്ടമ്പിയായിരുന്നു. ഏത് കാലിലാണ് ചട്ട എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നോക്കൂ, ചട്ടമ്പി, ചട്ടത്തെ നമ്പുന്നവൻ, ലീഡറാണ് എന്നാണ്. മാതൃകയാക്കേണ്ടവൻ എന്നാണ് അർത്ഥം. ഇപ്പോൾ വാക്കുകളുടെ അർത്ഥവ്യത്യാസം കൊണ്ട്
കുടിൽ എന്നാൽ ഒരു കാലത്ത് എല്ലാ സൗകര്യങ്ങളുമുള്ള കൊട്ടാരമെന്നായിരുന്നു അർത്ഥം. ഇന്ന് കുടിൽ എന്ന് പറഞ്ഞാൽ ഒരു സുഖവും ഇല്ലാത്തത് എന്നാണ്. വാർത്തയിൽ ചെല്ലുമ്പോൾ ഗാന്ധിജി താമസിച്ചിട്ടുള്ള കുടിലവിടെയുണ്ട്. കാണേണ്ടതാണ്. ഞാൻ പല പ്രാവശ്യം പോയി കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ വാക്കുകൾക്ക് അർത്ഥവ്യത്യാസം ഉണ്ടാവുന്നത് പോലെ ഈശ്വരോപാസനയ്ക്കും ധർമ്മത്തിനുമൊക്കെ വ്യത്യാസം ഉണ്ടാവും. തുടങ്ങിയത് കൃതയുഗത്തിൽ, സത്യയുഗത്തിൽ ഒരാവശ്യമില്ലായിരുന്നു. കാരണം എന്താ? എല്ലാവരും ജ്ഞാനികളാണ്. കൊതിയാവില്ല അങ്ങനെ ജീവിക്കാൻ, ഇല്ലേ? എല്ലാവരും ബ്രഹ്മജ്ഞരായിട്ടുള്ളവർ, ധർമ്മിഷ്ഠരായിട്ടുള്ളവർ, സംസ്കാര സമ്പന്നരായിട്ടുള്ളവർ, സത്യവാദികൾ. അവർക്ക് അറിവ് നേടൽ അല്ലെങ്കിൽ ധർമ്മത്തിൽ ജീവിക്കുക എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകമായിട്ടുള്ള എഫർട്ട് ആവശ്യമില്ല. കാരണം അവരുടെ സംസ്കാരം അങ്ങനെ, അവർ ജന്മന അങ്ങനെ, അവരുടെ DNA അങ്ങനെയാണ്. ഇപ്പം നേരെ തിരിച്ചാന്നുള്ളതേ ഉള്ളൂ, നേരെ ഓപ്പോസിറ്റാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ആവശ്യമില്ല, അവർക്ക് ഇതൊരു വിഷയമേ അല്ല ധർമ്മം എന്നുള്ളത്. കാരണം അവരതിൽ ജനിച്ച് ജീവിച്ച് വളർന്നു നിൽക്കുന്നവരാണ്. അവർക്ക് ധർമ്മം എന്നുള്ളത് അധ്വാനിച്ച് നേടേണ്ടതല്ല. അവർ കൃഷി ചെയ്യാറില്ല, എല്ലാം ധാരാളം ഉണ്ടാവും, ആവശ്യമുള്ളത് എടുക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ നിൻ്റെ അവകാശവാദമൊന്നും ഇല്ലായിരുന്നു. എൻ്റെത് നിൻ്റെതെന്നൊന്നുമില്ല, ആവശ്യമുള്ളത് എടുക്കും, ബാക്കി അവിടെ നിൽക്കും. അങ്ങനെ ഒരു കാലഘട്ടം, എല്ലാവർക്കും സന്തോഷം. അത് ത്രേതായുഗത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ കൃതയുഗത്തിൽ ജ്ഞാനം എന്നുള്ളതാണ് മുഖ്യ സംസ്കാരം, അറിവുള്ളവരായിരുന്നു. അത് ത്രേതായുഗത്തിലേക്ക് വന്നപ്പോൾ തപസ്സാണ് സംസ്കാരം. അപ്പോൾ ജ്ഞാനസമ്പാദനത്തിന് കുറച്ച് പണിയെടുക്കേണ്ടി വന്നു. സത്യയുഗത്തിൽ ഒരാവശ്യമില്ലായിരുന്നു, കാരണം എല്ലാവരും അറിവുള്ളവരാ. ത്രേതായുഗത്തിലേക്ക് വന്നപ്പോൾ ഒരു പടി താന്നു. അറിവുണ്ടാവാൻ തപസ്സു ചെയ്യേണ്ടി വന്നു. എന്താ കാര്യം? മനസ്സിനെ അടക്കാൻ കുറച്ച് കുഴപ്പമായി മാറി കാലം മാറിയപ്പോൾ. അപ്പോൾ ജന്മസിദ്ധമായിരുന്ന ജ്ഞാനത്തെ ത്രേതായുഗത്തിലേക്ക് വന്നപ്പോൾ സമ്പാദിക്കപ്പെടേണ്ട ഒരു വസ്തുവായിട്ട് മാറി കാലം മാറിയപ്പോൾ. ഇപ്പോൾ തപസ്സുകൊണ്ട് ജ്ഞാനം സമ്പാദിക്കുന്നു, അങ്ങനെയായി മാറി. അധ്വാനം, ആഹാരം എന്നുള്ളതിന് വേണ്ടി കുറച്ച് കൃഷിയൊക്കെ ചെയ്യാൻ തോന്നി. എന്താ? വിളഞ്ഞു നിൽക്കുന്ന ധാന്യം പോയിട്ടിങ്ങ് എടുത്തു. എങ്ങനെ എടുക്കുക? ആവശ്യത്തിനുള്ളത് മാത്രമല്ല, കുറച്ച് കൂടുതൽ എടുത്തുകൊണ്ട് വന്നാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതിയല്ലോ. ആവശ്യത്തിൽ കൂടുതൽ എടുത്തു വയ്ക്കാൻ തുടങ്ങി എല്ലാവരും. അപ്പോൾ വീട്ടിൽ അത് സൂക്ഷിക്കാനുള്ള പത്തായമൊക്കെ ഉണ്ടാക്കേണ്ടി വന്നു. സത്യയുഗത്തിൽ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇത് ചുമട് കണക്കിന് കിട്ടാവുന്നിടത്തോളം പോയി എടുത്തുകൊണ്ട് വരികയാണ്, കൊണ്ടുവന്ന് വീട്ടിൽ സൂക്ഷിക്കുക. അങ്ങനെ എല്ലാവരും എടുത്തുകൊണ്ട് വന്നപ്പോൾ എന്ത് പറ്റി? പിന്നെ ചെന്നപ്പോൾ ഒന്നും ഇല്ലാണ്ടായി, പിന്നെ ചെന്നപ്പോൾ കിട്ടാനില്ലാണ്ടായി എന്നുള്ളതാണ്. കണ്ടത് മുഴുവൻ കൊണ്ടുവന്നപ്പോൾ പിന്നെ ചെന്നപ്പോൾ കാണാനില്ലാതായി. അതാണ് ത്രേതായുഗത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ പിന്നെ ഉണ്ടാവാതെ വന്നപ്പോൾ വിത്ത് വിതയ്ക്കാൻ തീരുമാനിച്ചു. വിത്ത് വിതച്ചപ്പോൾ ഇത് ഞാൻ വിതച്ചതാണ്, ഇത് എൻ്റെതാണ്, നിൻ്റെതാണ്. നോക്കൂ, യുഗം മാറുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ സഹജമായ സ്വഭാവത്തിൽ വന്നിട്ടുള്ള ഒരു പരിവർത്തനമാണ്. മൂന്നാമത് ദ്വാപര യുഗം. അവിടെ യഥാർത്ഥ സംസ്കാരം എന്നുള്ളത് യജ്ഞമായി മാറി. ഞാൻ അവസാനിപ്പിക്കുകയാണ്, 2 മിനിറ്റ് കൂടി. യജ്ഞമായി മാറി. അപ്പോൾ ജ്ഞാനം എന്നുള്ളത് ജന്മസിദ്ധമല്ല, തപസ് എന്നുള്ളതും നടക്കാതെ വന്നു, യജ്ഞത്തിലേക്ക് വന്നു. യജ്ഞത്തിലൂടെ, തപസ്സിലൂടെ അറിവ് സമ്പാദിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അവിടെ വന്നപ്പോൾ ഭോഗവും ലോഭവും എല്ലാം വല്ലാതെ ആകെ പ്രതിസന്ധി എന്നുള്ളതായി. കൃഷി, കച്ചവടം എന്നുള്ളതൊക്കെ വളരെ പ്രധാനത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. അങ്ങനെ വളം ചേർത്ത് കൃഷി ചെയ്യേണ്ടി വന്നു, എന്നിട്ടും ആവശ്യത്തിനുള്ളത് തികയാതെ വന്നു എന്നാണ്. വലിയ പ്രതിസന്ധി അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷേ എന്നാലും യജ്ഞത്തിലൂടെ ഒരു ഭക്തിയൊക്കെ ഉണ്ടായി. പിന്നെയാണ് കലിയുഗം എന്നുള്ളത്. നോക്കൂ, ഭാഗ്യമുണ്ട്, വലിയ പ്രതിസന്ധിയാണ്. പക്ഷേ നാമസങ്കീർത്തനത്തിലൂടെ, ഭക്തിയിലൂടെ ഭഗവത് ചൈതന്യം നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അതും വിശദീകരിക്കാനുണ്ട്, ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിമി നവയോഗി സംവാദം എന്നുള്ളത് നമുക്ക് കാട്ടിത്തരുന്ന ചില സന്ദേശങ്ങളുണ്ട്. എന്താണത്? ജീവിതം എന്നുള്ളത് അറിവ് നേടലോ പണമോ അധികാരമോ നേടലോ അല്ല, മറിച്ച് അവനവനെ അറിയലാണ് എന്നതാണ്. അതുകൊണ്ടാണ് ഭാരതം പറഞ്ഞത് ഏറ്റവും വലിയ അറിവ് അവനവനെ അറിയലാണ്. നോയിങ് വൺ സെൽഫ്. അഹം ബ്രഹ്മം. ഉള്ളിലെ ബ്രഹ്മത്തെ തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നതാണ് ഏറ്റവും വലിയ അറിവ് എന്നതാണ്. ഇത് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഭാഗവതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നിമി നവയോഗി സംവാദം എന്നുള്ളത്. ഇത് എത്ര തവണ പറഞ്ഞാലും ഇനിയും പറയാൻ ധാരാളമുള്ള ഒരു ഭാഗവതം മുഴുവൻ അങ്ങനാണ്, ഇത് പ്രത്യേകിച്ചും. അതുകൊണ്ടാണ് ഇത് വളരെ പ്രധാനമായിട്ടുള്ളത്, പ്രസക്തമായിട്ടുള്ളത്. ഏതായാലും ഈ സംവാദ
ശ്രവണത്തിന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും, എല്ലാ സുമനസ്സുകൾക്കും, എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. എന്നെ ക്ഷണിച്ചതിനും ശ്രവിച്ചതിനുമുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ പ്രഭാഷണം മള്ളിയൂർ ശങ്കരൻ തിരുമേനിയുടെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഭാരതം ജയിക്കട്ടെ. മള്ളിയൂർ തിരുമേനിയുടെ 105